എന്തൊക്കെയുണ്ട് വിശേഷം? എല്ലാവർക്കും സുഖമാണോ? എല്ലാവരും സുഖമായിട്ടും സന്തോഷമൊക്കെ ആയിരിക്കുന്നു വിചാരിക്കുന്നു. നമ്മളോട് അടിപൊളിയായിട്ടിരിക്കണം കേട്ടോ. അപ്പോൾ അങ്ങനെ നമ്മൾ ബാംഗ്ലൂർ തിരിച്ചെത്തി. നിങ്ങൾ വീഡിയോ കണ്ടിട്ടുണ്ടായിരിക്കുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു. വീഡിയോസ് ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനൊന്നും മറക്കരുത്. ഇത് തുടക്കത്തിലേ പറഞ്ഞില്ലെങ്കിൽ നിങ്ങൾ മറന്നുപോയാലോ, ഞാൻ വേണ്ടേ ഓർമ്മിപ്പിക്കാനായിട്ട്. അപ്പോൾ അതുകൊണ്ട് നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ രേഖപ്പെടുത്തുക. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ ഒന്ന് ഇഷ്ടപ്പെട്ടൊന്ന് പറഞ്ഞാൽ മതി. അതൊരു സന്തോഷമല്ലേ എനിക്ക് വായിക്കുമ്പോൾ, ഒരു മോട്ടിവേഷൻ അല്ലേ നമുക്ക്. ഞാനിപ്പം കുറേ വീഡിയോസൊക്കെ ചെയ്തിട്ട് നിങ്ങൾ ആരും റെസ്പോണ്ട് ചെയ്യാണ്ടിരിക്കുമ്പോൾ എനിക്ക് അതിൽ നിന്ന് എന്താ മനസ്സിലാക്കാൻ പറ്റുക? ഒന്നും മനസ്സിലാക്കാൻ പറ്റില്ല. അപ്പോൾ അത് കാരണം കൊണ്ട് നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്നുണ്ടോ ഇല്ലേ എന്നൊക്കെ അറിഞ്ഞാലല്ലേ നമുക്ക് കുറച്ചും കൂടി ഇമ്പ്രൂവ് ചെയ്യണമെങ്കിൽ ഇമ്പ്രൂവ് ചെയ്യാനോ അല്ലെങ്കിൽ കൂടുതൽ എന്തെങ്കിലും കണ്ടന്റുകൾ പുതിയത് കൊണ്ട് നമ്മുടെ ചാനലിലേക്ക് കൊണ്ടുവരാനോ ഒക്കെ സാധിക്കുള്ളൂ. അപ്പോൾ അതുകൊണ്ട് പറഞ്ഞു എന്ന് മാത്രമേ ഉള്ളൂ. അപ്പോൾ എനിവേ നമ്മൾ ബാംഗ്ലൂർ തിരിച്ചെത്തിയിരിക്കുകയാണ് സുഹൃത്തുക്കളെ. എൻ്റെ സ്വന്തം ഒരു സാമ്രാജ്യത്തിലേക്ക് എത്തിയ ഒരു ഫീലാണ് കേട്ടോ എനിക്ക് എന്താണെന്ന് അറിഞ്ഞുകൂടാ. ഈ ലോകത്ത് എവിടെ പോയാലും തിരിച്ച് എൻ്റെ വീട്ടിലേക്ക്, എൻ്റെ ബാംഗ്ലൂരിലുള്ള നമ്മുടെ സ്വന്തം വീട്ടിലേക്ക് വരുമ്പോൾ കിട്ടുന്ന ഒരു സന്തോഷം വേറെ ഈ ലോകത്ത് എവിടെ പോയാലും എനിക്ക് തോന്നാറില്ല. എന്ന് കരുതി എനിക്ക് എവിടെയും സന്തോഷമില്ല എന്നൊന്നല്ല ഞാൻ പറയുന്നത്. ഞാൻ പറഞ്ഞത് നമ്മുടെ സ്വന്തം വീട്ടിലേക്ക് വരുമ്പോൾ കിട്ടുന്ന ആ ഒരു അനുഭൂതിയില്ലേ, ആ ഉള്ളിൽ നിന്ന് വരുന്ന ഒരു സന്തോഷമില്ലേ, അതൊന്ന് വേറെയാണ് കേട്ടോ. അത് എത്ര പേർക്ക് അങ്ങനെയാണെന്ന് എനിക്ക് അറിഞ്ഞൂടാ. മിക്ക എല്ലാവർക്കും അങ്ങനെ തന്നെ ആയിരിക്കും അല്ലേ. അപ്പോൾ എനിവേ ഇവിടെ വന്നു. കുറച്ച് കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അത്യാവശ്യം പൊടിയും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. തട്ടലും പൊടി പിടിക്കലും പൊടി തട്ടലും അങ്ങനത്തെ പരിപാടികളൊക്കെ കഴിഞ്ഞ് എനിക്ക് നല്ലൊരു കോൾഡ് വന്നായിരുന്നു. നിങ്ങൾക്ക് അറിയാലോ എനിക്ക് ഡസ്റ്റ് അലർജി ഉണ്ട്. അപ്പോൾ ഞാൻ ഡസ്റ്റ് ചെയ്ത അപ്പം അതിപ്പോൾ ഞാൻ മാസ്ക് ഇട്ടില്ലെങ്കിലും അവിടെ നിന്ന് തട്ടിയാൽ പോലും എനിക്ക് കോൾഡ് വരും. അങ്ങനെയാണ് കേട്ടോ. എനിക്ക് ഹച്ചി ഹുച്ചിന്ന് ഇങ്ങനെ വരും. ഒരു 2-3 ദിവസത്തേക്ക് ഉണ്ടായിരിക്കും. അത് കഴിയുമ്പോൾ അതങ്ങ് മാറിപ്പോവും. അങ്ങനെയാണ് പതിവ്. അപ്പോൾ അത് കാരണം കൊണ്ട് മൂക്കൊക്കെ ഇങ്ങനെ അടഞ്ഞിരുന്ന കാരണം എനിക്ക് വീഡിയോ എടുക്കാനൊന്നും പറ്റില്ലായിരുന്നു. പിന്നെ അവിടെ കുറേ വീഡിയോസ് ഞാൻ എടുത്തിട്ടുണ്ടായിരുന്നു നാട്ടിൽ ചെന്നിട്ട്. അപ്പോൾ അതൊക്കെ കഴിഞ്ഞ് ഇവിടെ വന്നപ്പോൾ എനിക്കൊരു ചെറിയ മടി, എന്തോ വീഡിയോ എടുത്ത് എന്തോ ഒരു മടി കേട്ടോ. ഇവിടെ വന്ന് എന്തൊക്കെയോ എനിക്ക് ചെയ്യാനായിട്ടൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അത് കണ്ട് അതങ്ങനെയൊന്നും ഞാൻ വീഡിയോ എടുത്തില്ല. പിന്നെ എനിക്ക് തോന്നി ഞാനങ്ങനെ മടി പിടിച്ചിരുന്നിട്ട് വലിയ കാര്യമൊന്നും ഇല്ലല്ലോ. ആകെ കൂടി ചെയ്യുന്ന ഇപ്പോൾ ഒരു തൊഴിൽ എന്ന് പറയുന്നത് ഈ വീഡിയോ എടുക്കലും എഡിറ്റിങ്ങും അപ്ലോഡിങ്ങും ഒക്കെയാണ്. അത് ഇനി മുടക്കി കഴിഞ്ഞാൽ ഞാൻ ഒരു മടിച്ചായി മാറില്ലേ എന്ന് വിചാരിച്ചിട്ടാണ് കേട്ടോ. അന്നാ പിന്നെ ഒരു വീഡിയോ അയക്കാം എന്ന് വിചാരിച്ചത്. ഞാൻ കാലത്തൊട്ട് തുടങ്ങിയതാണ് ഈ വീഡിയോ പ്ലാൻ ചെയ്ത്. പക്ഷേ ഈ നേരമായിട്ടും എനിക്ക് ഇപ്പോൾ ഒരു സമയം ഒരു 5 മണി 5:30 ആയിട്ടുണ്ട്. ഈ നേരമായപ്പോഴാണ് എനിക്ക് എന്നാ ശരി എന്ന് തോന്നിയത്. ജസ്റ്റ് ഒന്ന് മുഖം കഴുകി വന്നു. നിങ്ങളുടെ മുന്നിൽ സംസാരിച്ചു കൊണ്ടിരിക്കുന്നു. കാലത്തൊട്ട് പ്രിപ്പയർ ചെയ്യാണ് കേട്ടോ. അങ്ങനെ ചെയ്യണം, അത് ചെയ്യണം, ഇത് ചെയ്യണം എന്നൊക്കെ. പക്ഷെ ഒന്നും നടന്നില്ല കേട്ടോ. അപ്പോൾ എന്താണെങ്കിലും നമുക്ക് വീഡിയോയിലേക്ക് കിടക്കാം. ഇപ്പം വേറെ ഒന്നുമല്ല, നമ്മൾ തൃശ്ശൂർ എക്സിബിഷനൊക്കെ പോയിട്ടുണ്ടായിരുന്നു അല്ലേ. എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ എക്സിബിഷനൊക്കെ പോകാനായിട്ട്. എന്താണെന്ന് അറിഞ്ഞുകൂടാ, ഭയങ്കര സന്തോഷമാണ്. അതിനകത്ത് കയറി കിടന്ന് നടന്ന് 10 ആൾക്കാരെയൊക്കെ കണ്ട് 10 കടകളൊക്കെ കണ്ട് ഇങ്ങനെ കുറേ സാധനങ്ങളൊക്കെ കൂട്ടിയിട്ട് എന്നൊക്കെ പറഞ്ഞ് എന്തൊക്കെയോ ഇതുവരെ ഒരു സാധനം കാണാത്ത പോലെ ആക്രാന്തം പിടിച്ചു പോയി. അത് നോക്കുന്നു, എടുക്കുന്നു, അതിന് വില എത്രയെന്ന് ചോദിക്കുന്നു, വില പേശുന്നു, വാങ്ങിക്കുന്നു. ഇതൊക്കെ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. ഇപ്പം ഒരേ സ്ഥലത്ത് തന്നെ അടുപ്പിച്ചടുപ്പിച്ച് പോകുന്നത് എനിക്ക് വലിയ താല്പര്യമൊന്നുമില്ല. പക്ഷെ വല്ലപ്പോഴും കാണുന്ന സ്ഥലങ്ങൾ, വല്ലപ്പോഴും കാണുന്ന കാഴ്ചകളൊക്കെ കാണുമ്പോൾ എനിക്ക് ഭയങ്കര സന്തോഷമാണ് കേട്ടോ. ഇപ്പം എന്നും നിങ്ങളിപ്പോൾ ബാംഗ്ലൂർ ആണെങ്കിൽ എന്നും വീക്കെൻഡിൽ ഫീനിക്സ് മോളിലേക്ക്, ആ മാളിലേക്കും ഈ മാളിലേക്കൊക്കെ പോകാൻ വിളിച്ച് എനിക്ക് വലിയ താല്പര്യം തോന്നാറില്ല. പക്ഷേ ഇതുപോലെ ഇതൊക്കെ വൺസ് ഇൻ എ ഇയർ അല്ലേ ഉള്ളൂ. ഞാൻ നാട്ടിൽ പോകുമ്പോൾ മാത്രം, ആ സമയത്ത് മാത്രമല്ല ഈ എക്സിബിഷനൊക്കെ വരുന്നത്. നമ്മൾ ഒരു കൊല്ലത്തിൽ 1 പ്രാവശ്യം, മാക്സിമം 2 പ്രാവശ്യമൊക്കെയാണ് നാട്ടിലോട്ട് പോകുന്നത്. അപ്പോൾ അങ്ങനെ പോകുമ്പോൾ ഞാൻ എന്തായാലും എക്സിബിഷൻ പോവാറുണ്ട്. എനിക്കത് മുടക്കാൻ ഇഷ്ടമല്ല കേട്ടോ. ഞാൻ ഇപ്പോൾ പിന്നെ 2 വർഷമായിട്ട് ഞാനും എൻ്റെ അമൃതയും കൂട്ടിയിട്ട് തന്നെയാണ് ഞങ്ങൾ പോകുന്നത്. മറ്റേത് എനിക്ക് ഒരു ലോഡ് ജനങ്ങളെ പിന്നാലെ കൊണ്ടുപോകാറുണ്ട്. ഇപ്പം അങ്ങനെയൊന്നുമില്ല. എല്ലാവർക്കും എന്താ പറയുക, സമയവും എല്ലാവരുടെ ഇതൊക്കെ നോക്കി പോകുമ്പോഴത്തേക്ക് ഞാൻ വരുന്നത് ആകെ 4-5 ദിവസത്തേക്കൊക്കെയാണ് അവിടെ ഉണ്ടാവുള്ളൂ. അതിനിടയ്ക്ക് എനിക്ക് സമയം കിട്ടാറില്ല. പിന്നെ അവരൊക്കെ കണ്ടിട്ടുണ്ടായിരിക്കും. ഞാൻ ഈ അവസാന നേരത്തൊക്കെയല്ലേ കയറി ചെല്ലുന്നത്. അപ്പോൾ അതുകൊണ്ട് ഞാൻ കഴിഞ്ഞ വർഷം ഞാനും അമൃതയും കൂടിയിട്ടാണ് പോയത്. ഈ വർഷം ഞാനും അമൃതയും കൂടിയിട്ടാണ് പോയത്. അപ്പോൾ ഞാനും അവളും കൂടി പോകുമ്പോൾ ഞങ്ങൾ നല്ല തിക്ക് ഫ്രണ്ട്സാണ്. അപ്പോൾ അത് കാരണം ഞങ്ങൾക്ക് അതൊരു സന്തോഷമാണ്. ശരത്തേനോട് ഞാൻ വരുന്നുണ്ടോ എന്ന് ചോദിച്ചപ്പോൾ ശരത്തേനും പറഞ്ഞു, അമൃത വരുന്നില്ലെങ്കിൽ നീ തന്നെയാണെങ്കിൽ ഞാൻ കൂടെ വന്നേക്കാം എന്ന് പറഞ്ഞായിരുന്നു.
പക്ഷെ അവൾ കറക്റ്റ് നേരത്തെ എത്തിയായിരുന്നു. അങ്ങനെ ഞാനും അമൃതയും കൂടിയിട്ടാണ് എക്സിബിഷനൊക്കെ പോയത്. അടിച്ചു പൊളിച്ച് ഞങ്ങൾ കാഴ്ചകളൊക്കെ കണ്ട് വർത്താനമൊക്കെ പറഞ്ഞ് ഇഷ്ടപ്പെട്ടതൊക്കെ വാങ്ങിച്ച് കഴിച്ച് ഇഷ്ടപ്പെട്ടതൊക്കെ വാങ്ങിച്ച് ഞങ്ങൾ അടിപൊളിയായിട്ട് ഒരു ദിവസം സ്പെൻഡ് ചെയ്ത് തിരിച്ചു പോന്നു. അതെനിക്ക് അങ്ങനെ ഒത്തിരി എന്നോട് പേഴ്സണലായിട്ട് അടുത്ത് നിൽക്കുന്ന ആൾക്കാർ എനിക്ക് ആ ഒരു ഫീലിംഗ് എനിക്ക് കുറവാണ് കേട്ടോ. പക്ഷെ ഞാൻ ചേർത്ത് പിടിക്കുന്ന ആൾക്കാരെ എനിക്ക് ഭയങ്കര ഇഷ്ടമായിരിക്കും. അങ്ങനെയാണ് എൻ്റെ ഒരു ക്യാരക്ടർ എന്ന് പറയുന്നത്. പണ്ട് എന്നൊക്കെ പറഞ്ഞാൽ എല്ലാവരുടെ അടുത്തും ഭയങ്കര അറ്റാച്ച്ഡ് ആയിരുന്നു. ഇപ്പോൾ പക്ഷെ അങ്ങനെയല്ല. കുറേയൊക്കെ ആളുകളെ മനസ്സിലാക്കാൻ തുടങ്ങിയപ്പോഴത്തേക്ക് ഞാൻ എൻ്റേതായിട്ടുള്ള ഒരു ലോകത്തിലേക്ക് ഇങ്ങനെ ഉൾവലിഞ്ഞ് ഇരിക്കാൻ താല്പര്യപ്പെട്ട് തുടങ്ങി. കൂടുതൽ കാര്യങ്ങളൊക്കെ ഒന്ന് അന്വേഷിക്കാനോ അല്ലെങ്കിൽ കൂടുതൽ കാര്യങ്ങളിലേക്ക് ഇടപെടാനോ ഒന്നുമില്ല. എല്ലാവരുടെ അടുത്തും ഹായ് ബായ് ചിരിക്കുക, സുഖാണോ എന്ന് ചോദിക്കുക, കഴിഞ്ഞു. അതല്ലാതെ കൂടുതൽ കാര്യങ്ങൾ ചെയ്യാൻ പോകാറില്ല. അപ്പം ഞാനായിട്ട് കുറച്ചും കൂടി അടുപ്പമുള്ളത് അമൃതയാണ് കേട്ടോ. അപ്പം അമൃതയായിട്ട് ഞാൻ ഭയങ്കര കൂട്ടായ കാരണം കൊണ്ട് അവളുടെ കൂടെ എവിടെ വേണമെങ്കിൽ പോകാനും അവൾക്ക് വേണ്ടി പോകാനാണെങ്കിലും അവൾ എനിക്ക് വേണ്ടിയിട്ട് കൂടെ വരാനാണെങ്കിലും റെഡിയാണ് കേട്ടോ. അപ്പോൾ അങ്ങനെ ഞങ്ങൾ രണ്ടുപേരും അടിപൊളിയായിട്ട് പോയി വന്നു. അപ്പോൾ പോയപ്പോൾ വാങ്ങിച്ച സാധനങ്ങളാണ് നിങ്ങളെ കാണിക്കാനായിട്ട് പോകുന്നത്. ഞാൻ എക്സിബിഷന് പോയ വീഡിയോ ഓൾറെഡി അപ്ലോഡ് ചെയ്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അത് കാണാത്തവരുണ്ടെങ്കിൽ പോയി കണ്ടു നോക്കിക്കോളൂ. അപ്പോൾ ഇനി നമുക്ക് എന്തൊക്കെ വാങ്ങിച്ചു എന്നുള്ളതൊന്ന് നോക്കിയാലോ. ഞാൻ ഭയങ്കര സന്തോഷത്തിൽ കണ്ടപ്പോൾ തന്നെ എടുത്ത് കയ്യിൽ പിടിച്ചൊരു സാധനമാണ് ഈ ഒരു കുഞ്ഞു ഫാന് കേട്ടോ. ഇത് നമുക്ക് പോക്കറ്റിൽ പറ്റുമോ എന്ന് എനിക്ക് അറിഞ്ഞുകൂടാ. എന്താണെങ്കിലും നമ്മുടെ ബാഗിലൊക്കെ വെച്ച് നമുക്ക് എവിടെ വേണമെങ്കിലും കൊണ്ടുപോകാം. ആഹാ, സൗണ്ടൊക്കെ കേൾക്കുന്നില്ലേ? കണ്ട നല്ല കാറ്റാണ് കേട്ടോ. നല്ല കാറ്റാണ്, നല്ല സ്പീഡുണ്ട്. അപ്പം ഈ ഒരു ഫാനാണ് ഞാൻ ഫസ്റ്റ് ചെന്നപ്പം എനിക്ക് കണ്ടിട്ട് ഇഷ്ടപ്പെട്ട് എനിക്ക് വേണ്ടിയിട്ട് വാങ്ങിച്ചത് കേട്ടോ. അപ്പം ഇതിൻ്റെ റേറ്റ് വരുന്നത് 300 രൂപയാണ്. ഇതിനേക്കാളും കുറച്ചുകൂടി വലുത് ഒരു ഫാനും കൂടി കാണിച്ചു തന്നിട്ടുണ്ടായിരുന്നു. അതിന് 250 രൂപ. അപ്പം ഞാൻ ചോദിച്ചേ ചെറുതിന് 300 വലുതിന് 250 ചേട്ടാ എന്ന് ഞാൻ ചോദിച്ചായിരുന്നു. അപ്പോൾ പറഞ്ഞു അത് കമ്പനി ഓരോ സാധനങ്ങളുടെ മാനുഫാക്ചറിങ് കമ്പനികളുടെ ക്വാളിറ്റിക്ക് അനുസരിച്ചിട്ട് വ്യത്യാസം ഉണ്ടായിരിക്കില്ല. അപ്പോൾ അതുകൊണ്ട് ഇത് കുറച്ചുകൂടി ക്വാളിറ്റി കൂടിയതാണ് എന്ന് പറഞ്ഞായിരുന്നു. ഇത് കണ്ടോ, ഇത് ചാർജ് ചെയ്യാൻ പറ്റുന്ന ടൈപ്പിലുള്ള ഫാനാണ് കേട്ടോ. അപ്പോൾ അത് കാരണം കൊണ്ട് നമുക്ക് ഒരു ചാർജ് ചെയ്യാനായിട്ടൊരു സംഭവമൊക്കെ തന്നിട്ടുണ്ട്. അപ്പോൾ ഇതിൻ്റെ ചാർജ് കഴിയുമ്പോഴത്തേക്ക് നമുക്കിത് കുത്തിവെക്കാം, പിന്നെയും യൂസ് ചെയ്യാം. അല്ലാണ്ട് ബാറ്ററിയിലല്ല ഇത് റൺ ചെയ്യുന്നത്. നല്ല സമ്മർ സമയത്ത് ഞാനിത് നമ്മുടെ പൂരത്തിനൊക്കെ പോയപ്പോഴത്തേക്കും കൊണ്ടുപോയായിരുന്നു കേട്ടോ. നല്ല യൂസ്ഫുൾ ആയിരുന്നു. ഒരു കുഞ്ഞു ഫാൻ, നല്ല സുഖമായിരുന്നു കേട്ടോ. നല്ല കാറ്റുണ്ട് കേട്ടോ. ഇതിന് കുഞ്ഞാന്ന് വിചാരിച്ചിട്ട് ഇതിന് ചെറുതാക്കി കാണരുത് നിങ്ങൾ. നല്ല കാറ്റുണ്ടായിരുന്നു. അപ്പം ഈ ഒരു കുഞ്ഞു ഫാനാണ് ഞാൻ വാങ്ങിച്ചത്. അപ്പം ഇതിങ്ങനെ വെക്കാനായിട്ട് അടിയിലൊരു സ്റ്റാൻഡ് ഉണ്ട്. ആവശ്യമുള്ളപ്പോൾ നമുക്കിങ്ങനെ ഊരിയെടുത്ത് നമ്മുടെ പോക്കറ്റ് ഫ്രണ്ടിലാണ്, നമ്മുടെ ബാഗിലൊക്കെ ഒതുങ്ങിയിരുന്നോളും കേട്ടോ. അങ്ങനെ ഒരുപാട് സ്പേസ് ഒന്നും വേണ്ട. ചാർജ് ചെയ്യാനൊക്കെ വെക്കുമ്പോൾ നമുക്ക് ഇതിനകത്ത് ഒരു കുഞ്ഞു സ്റ്റാൻഡും കൂടിയും കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ഇത് ഞാൻ 300 രൂപയാണ്. ഇതിന് 1 രൂപ പോലും കുറച്ചിട്ടില്ല. കാരണം നഷ്ടമാണെന്നൊക്കെയാണ് പറയുന്നത്. പിന്നെ ഞാൻ ആമസോണിലൊക്കെ നോക്കിയപ്പോൾ ഇതിന് 450 500 ഒക്കെയാണ് റേറ്റ് കാണിക്കുന്നത്. അതുകൊണ്ട് ഓക്കെ ഫൈൻ, 300 രൂപയ്ക്ക് ഞാൻ വാങ്ങിച്ചു കേട്ടോ. ആള് പൈസ കുറയ്ക്കുന്നില്ലായിരുന്നു. ഇതാണ് ആദ്യത്തെ സംഭവം. രണ്ടാമത് ആ കടയിൽ നിന്ന് ഞാൻ വാങ്ങിച്ചത് ഇത് ആക്ച്വലി സോപ്പാണ് കേട്ടോ. കണ്ടോ, കുഞ്ഞിതാണ്. ഇത് നമ്മുടെ കയ്യിൽ ഇത് ഒത്തിരി ഉണ്ട് കേട്ടോ, ഒത്തിരി ഉണ്ട്. ഇതിൽ ഒരെണ്ണം എടുത്തിട്ട് നല്ല മണമുണ്ട്. കുറേ ഫ്ലേവർ ഉണ്ടായിരുന്നു. ഞാൻ സ്ട്രോബെറി വാട്ടർമെലൻ്റെയാണ് എടുത്തത്. സ്ട്രോബെറിയും റോസും ജാസ്മിനും അങ്ങനെ ഏതാണ്ടൊക്കെ ഫ്ലേവർ ഉണ്ടായിരുന്നു. ഇച്ചിരി ഉള്ളൂ കേട്ടോ. അതായത് നിങ്ങൾക്ക് കാണുന്നുണ്ടോയെന്ന് എനിക്ക് അറിഞ്ഞൂടാ, അത്രയും ചെറുതാണ്. പക്ഷെ നമ്മൾ കൈ നനച്ചിട്ട് ഇതിങ്ങനെ കയ്യിലിട്ട് പതപ്പിച്ചിട്ടുണ്ടെങ്കിൽ ഇത് പതഞ്ഞു വരും കേട്ടോ. നല്ല മണമൊക്കെ ഉണ്ട്. 50 രൂപയാണ് ഇതിന്റെ റേറ്റ്. ഇത്രയും പോകുന്നൊരു കുപ്പി നിറയെ സംഭവം ഉണ്ട് കേട്ടോ. ഒത്തിരി കാലം നമുക്ക് യൂസ് ചെയ്യാം. ഈ പറഞ്ഞ പോലെ തന്നെ നമ്മൾ വല്ലയിടത്തും യാത്ര ചെയ്യുമ്പോഴോ അല്ലെങ്കിൽ നമ്മളൊരു റെസ്റ്റോറൻറ്റിൽ കഴിക്കുമ്പോൾ നമ്മൾ എല്ലായിടത്തും വെള്ളം ഒഴിച്ച് വെച്ചിട്ടുണ്ടായിരിക്കും അല്ലേ ഈ കൈ കഴുകുന്നത്. അപ്പം വലിയ റെസ്റ്റോറൻറ്റിലെ കഥയല്ല, ചെറിയ റെസ്റ്റോറൻറ്റിലൊക്കെ കയറുമ്പോൾ മിക്കതും എല്ലായിടത്തും കണക്കൊക്കെ തന്നെ. നമ്മൾ ഷെഫ് പിള്ളയുടെ റെസ്റ്റോറൻറ്റിൽ പോയപ്പോൾ വരെ കൈ കഴുകാനായിട്ട് അവർ ഹാൻഡ് വാഷിൽ വെള്ളം ഒഴിച്ച് വെച്ചിരിക്കുകയായിരുന്നു കേട്ടോ. അപ്പം അത് കാരണം കൊണ്ട് നമുക്ക് ഇങ്ങനെ ഒരു സാധനം ഉണ്ടെങ്കിൽ നമുക്ക് എന്തായാലും യൂസ്ഫുൾ ആയിരിക്കും. ഇത് ആമസോണിലൊക്കെ കിട്ടുമെന്നാണ് എനിക്ക് തോന്നുന്നത്. അല്ല ഇനിയിപ്പോൾ നിങ്ങൾ തൃശ്ശൂരുള്ളവരാണെങ്കിൽ എക്സിബിഷന് പോയിക്കോ. 50 രൂപ ഇതിന് റേറ്റ് വരുന്നത്. കൂടുതലാണോ കുറവാണോന്നൊന്നും എനിക്ക് അറിഞ്ഞുകൂടാ.
എന്താണെങ്കിലും ഞാൻ ഒരെണ്ണം വാങ്ങിച്ചത്. എനിക്ക് നല്ല യൂസ്ഫുൾ ആയിരുന്നു. നമ്മൾ തിരിച്ച് യാത്ര ചെയ്ത് വരുമ്പോഴൊക്കെ ഞങ്ങൾ ഇത് ഉപയോഗിക്കുകയും ചെയ്തു കേട്ടോ. അപ്പോൾ അതുകൊണ്ട് ഇതൊരെണ്ണം ഞാൻ വാങ്ങിച്ചായിരുന്നു, കണ്ട വശം ഞാൻ വാങ്ങിച്ചായിരുന്നു കേട്ടോ. അടുത്തത് വന്നിട്ട് കുറച്ച് കർച്ചീഫ്, ഹാൻഡ് കർച്ചീഫും അങ്ങനത്തെ ഐറ്റമൊക്കെ ഞാൻ വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു. ഇത് 5 എണ്ണത്തിന് 100 രൂപയാണ് റേറ്റ് ആയിരുന്നത് കേട്ടോ. ഇത് ഞാൻ എന്തിനാ മെയിനായിട്ട് വാങ്ങിച്ചതെന്ന് വെച്ചാൽ കുട്ടികൾ സ്കൂളിൽ പോകുമ്പോഴത്തേക്കും അവർക്ക് ഭക്ഷണമൊക്കെ കഴിക്കുമ്പോൾ താഴെ ഇങ്ങനെ വിരിച്ചിട്ടിട്ട് കഴിക്കാൻ വേണ്ടി. ഇത് ചുരുങ്ങുമെന്നാണ് എൻ്റെ ഒരു വിശ്വാസം, കുറച്ച് ചുരുങ്ങുമായിരിക്കും. അതുകൊണ്ടാണ് കുറച്ച് വലുത് നോക്കിയിട്ട് ഞാൻ വാങ്ങിച്ചത് കേട്ടോ. അത്യാവശ്യം വലിപ്പമുണ്ട് കേട്ടോ. ഇത് നല്ല പായ പോലെ. ശരത്തൻ പറയണ്ടായിരുന്നു ഇതെന്താ പായോ, വിരിച്ച് കിടക്കാനാണോ പിള്ളേർക്കെന്ന് ചോദിക്കുന്നുണ്ടായിരുന്നു. എന്താണെങ്കിലും 5 എണ്ണം 100 രൂപയ്ക്കല്ലേ കിട്ടിയത്. ഞാൻ അപ്പം തന്നെ ശരി എന്നും പറഞ്ഞ് വാങ്ങിച്ചിരുന്നു. 5 എണ്ണം അല്ല കേട്ടോ, 4 എണ്ണം തന്നിട്ടുള്ളൂ. ഷോ, 5 എണ്ണം 100 രൂപ എന്നായിരുന്നു എൻ്റെ അടുത്ത് പറഞ്ഞത്. കള്ളൻ എന്നെ പറ്റിച്ചു. എന്താണെങ്കിലും അല്ല, 4 എണ്ണം 100 രൂപേനായിരുന്നു തോന്നിട്ട്, 4ഓ 5ഓ എനിക്ക് ഓർമ്മയില്ല. 100 രൂപയായി ഇതിനായിട്ടുള്ളൂ. 4 കളറ് ഞാൻ വാങ്ങിച്ചിട്ടുണ്ട്. ഒരു ബ്രൗൺ, ഒരു ബ്ലൂ, ഒരു നേവി ബ്ലൂ, പിന്നെ ഒരു റെഡ്. അങ്ങനെ 4 കളറാണ് ഞാൻ എടുത്തിരിക്കുന്നത് കേട്ടോ. 5 എണ്ണമായിരുന്നു എൻ്റെ ഓർമ്മ കേട്ടോ, എനിക്ക് അറിഞ്ഞൂടാ. എന്താണെങ്കിലും സംഭവം നല്ലതാണ്, കാണാനൊക്കെ നല്ലതാണ്. 22x22 സൈസൊക്കെ എഴുതി വെച്ചിട്ടുണ്ട് കേട്ടോ. അപ്പം സ്ക്വയർ ടൈപ്പാണ്, നല്ലതല്ലേ? ഈ വിലയ്ക്ക് ഇത് ഓക്കെയാണ്. അപ്പം അങ്ങനെ ഞാൻ കുട്ടികൾക്ക് സ്കൂളിൽ കൊണ്ടുപോകാനായിട്ടുള്ള ടവല്, ഭക്ഷണമൊക്കെ പൊതിഞ്ഞു കൊണ്ടുപോകാനൊക്കെ ആയിട്ടുള്ള ടവല് വാങ്ങിച്ചു കേട്ടോ. അതേപോലെ അടുത്തൊരു സെറ്റ് ഇതും 5 എണ്ണം 100 രൂപ ആയിരുന്നു കേട്ടോ. അപ്പം അത് സത്യമാണ് കേട്ടോ. ഇത് 5 എണ്ണം 100 രൂപയായിരുന്നു. ഇതും 5 എണ്ണം 100 രൂപയാണ്. അതിൽ ഒരെണ്ണം വെച്ചിട്ടില്ല. അപ്പം ഇതെനിക്ക് വെറുതെ മുഖമൊക്കെ ഇങ്ങനെ തുടയ്ക്കാനായിട്ട് ഉപയോഗിക്കാനുള്ള കുഞ്ഞ് ഹാൻഡ് കർച്ചീഫാണ് കേട്ടോ. ഇത് എന്ത് ക്വാളിറ്റി ഉണ്ടാവും എന്നൊന്നും എനിക്ക് അറിഞ്ഞുകൂടാ. എന്താണെങ്കിലും കാണാൻ രസമുണ്ടായിരുന്നു, അതുകൊണ്ട് ഞാൻ വാങ്ങിച്ചതാണ് കേട്ടോ. കളേഴ്സ് നോക്കിക്കാൻ നല്ല കളേഴ്സാണ് കണ്ടോ. ഇത്രയുള്ള സൈസ് കണ്ടോ. 5 എണ്ണം 100 രൂപ. കമ്പിളി പോലെ ഉണ്ട്, നല്ല പതപതാന്നിരിക്കുന്നുണ്ട്. വൂളിൻ്റെ വൂളെന്നൊന്നും പറയാൻ പറ്റില്ല, എന്തുകൊണ്ടാണെങ്കിലും കോട്ടൺ അല്ല. ഇത് ചിലപ്പോൾ അലക്കുമ്പോൾ ഇങ്ങനെ അതിൻ്റെ ഒരു പിരിപിരിന്നെ നൂല് പോലെ അങ്ങനെ ഓരോന്നും എനിക്ക് അറിഞ്ഞൂടെ. എന്താണെങ്കിലും കാണാൻ നല്ല ചന്തം ഉണ്ടായിരുന്നു. പിന്നെ 100 രൂപയല്ലേ ആയിട്ടുള്ളൂ. ഇങ്ങനെ സ്ട്രെച്ചബിളൊക്കെയാണ് കേട്ടോ. അപ്പം അതുകൊണ്ട് വാങ്ങിച്ചതാണ്. 5 എണ്ണം 100 രൂപ, 5 എണ്ണം 100 രൂപ അങ്ങനെ കേട്ടോ. ഇത് രണ്ടും ഒരുപോലെ ഉണ്ട്. ഈ ഡിസൈൻ രണ്ടും ഒരുപോലെ ഉണ്ടെന്നാണ് ഞാൻ ഉദ്ദേശിച്ചത് കണ്ടോ. അപ്പം അങ്ങനെ അത് മേടിച്ചു. പിന്നെ നമ്മൾ ടേബിളിൻ്റെ ഒക്കെ അടുത്ത് അല്ലെങ്കിൽ വാഷ് ബേസിൻ്റെ അവിടെയൊക്കെ നമ്മൾ ടവൽ യൂസ് ചെയ്യത്തില്ലേ, അങ്ങനെ വാങ്ങിച്ച ടവൽസാണ് കേട്ടോ. ഇത് 2 എണ്ണം 100 രൂപയായിരുന്നു തോന്നുന്നു കേട്ടോ. അങ്ങനെ 100 150 അങ്ങനെ എന്താണ്ടാണ് എൻ്റെ ഓർമ്മ. അപ്പോൾ അങ്ങനെ 2 എണ്ണം വാങ്ങിച്ചത്. 2 കളറാണ് വാങ്ങിച്ചത് കേട്ടോ. ഇതിന് ഇച്ചിരി റേറ്റ് കൂടുതലായിരുന്നു. ഇത് 2 എണ്ണം വാങ്ങിച്ചു. നമ്മുടെ വാഷ് ബേസിൻ്റെ അവിടെയോ ബാത്റൂമിലോ എവിടെയെങ്കിലുമൊക്കെ ഇടാം. അടുത്തത് വന്നിട്ട് ഞാനാണെന്ന് പില്ലോ കേസ് അങ്ങനെ വാങ്ങിച്ചിട്ടാണ്. ബെഡ്ഷീറ്റ് ഒക്കെ എടുക്കുമ്പോൾ നമുക്ക് 2 എണ്ണല്ലേ കിട്ടുള്ളൂ. നമ്മുടെ ബെഡിൽ 3 പില്ലോസ് നിരത്തി വെക്കാനായിട്ട് പറ്റും. അപ്പോൾ അത് കാരണം കൊണ്ട് പിള്ളേരുടെ അടുത്താണെങ്കിലും 2 എണ്ണമൊക്കെ 3 എണ്ണമൊക്കെ വെക്കാറുണ്ട്. അപ്പോൾ അത് കാരണം കൊണ്ട് ഒരെണ്ണം എക്സ്ട്രാ ഇട്ട് കൊടുക്കാനൊക്കെ ആയിട്ട് ഞാൻ എക്സ്ട്രാ വാങ്ങിച്ചതാണ് പില്ലോ കേസസ് കേട്ടോ. മാച്ച് ഉണ്ടാവും എന്ന് ഊഹിച്ചെടുത്തതാണ്. ഇവിടെയുള്ള ബെഡ്ഷീറ്റുകളെയൊക്കെ ഓർത്തെടുത്തതാണ്. കുഴപ്പമില്ലാത്ത രീതിയിൽ മാച്ചിങ് വന്നിട്ടുണ്ട്. അത്യാവശ്യം വലിയ സൈസാണ് ഞാൻ എടുത്തിരിക്കുന്നത്. ചെറുതും ഉണ്ട് കേട്ടോ, ചെറിയതും ഉണ്ടായിരുന്നു. എനിക്ക് വലുത് വേണം എന്ന് പറഞ്ഞിട്ടാണ് വലുതെടുത്തത്. ഇത് ഇച്ചിരി ഒരു പൊടിക്ക് പിക്കുൻ്റെയും തനുവിൻ്റെയും റൂമിലേക്കുള്ളതാണ്. ഒരു പൊടിക്ക് ഇത് ചെറുതാണ്. ഇതെനിക്ക് തോന്നുന്നു 200 രൂപ മറ്റായിരുന്നു കേട്ടോ ഇതിൻ്റെ റേറ്റ് വരുന്നത്. അപ്പോൾ അവിടെ 150, 200, 300 ആ റേഞ്ചിലാണ് പില്ലോ കേസസ്, പില്ലോ കവറുകൾ വരുന്നുണ്ടായിരുന്നത് കേട്ടോ. അപ്പം ഇതങ്ങനെ വാങ്ങിച്ചതാണ്. നല്ല രസമല്ലേ? ഇത് ഒത്തിരി ഉണ്ട് കേട്ടോ, പല ഡിസൈൻ ഉണ്ട്, പല കളറുണ്ട്. ഞാനിതിങ്ങനെ എടുത്തു എന്നുള്ളൂ കേട്ടോ. കണ്ടോ, 2 എണ്ണമാണ് കേട്ടോ, ഒരു സെറ്റാണ്. അപ്പം ഇതൊരു പില്ലോ കവറ്. പിന്നെ അടുത്ത പില്ലോ കവർ വന്നിട്ട് ഈ ഒരു പില്ലോ കവറാണ്. ഇത് നല്ല വലുതാണ്. നമ്മുടെ കിങ് സൈസ് ബെഡ്ഷീറ്റിലേക്കൊക്കെ വരുന്ന കിങ് സൈസിൻ്റെ അല്ലെങ്കിൽ വലുത്
ഒക്കെ ബെഡ്ഷീറ്റിലേക്കൊക്കെ വരുന്ന പില്ലോന്റെ കവറുകൾ നിങ്ങൾ കണ്ടിട്ടില്ലേ, നല്ല വലുതായിരിക്കും. ആ ഒരു സൈസാണ് നമ്മുടെ ഇവിടുത്തെ ബെഡിൽ കിടക്കുന്ന പില്ലോന്റെ സൈസ്, ഭയങ്കര വലുതാണ്. അപ്പൊ അത് കാരണം കൊണ്ട് അതിലേക്ക് കറക്റ്റ് ആയിരിക്കും എന്ന് വിചാരിച്ചിട്ട് ഞാൻ വലുത് തരണം എന്ന് പറഞ്ഞിട്ട് എടുത്തതാണ് കേട്ടോ. എൻ്റെ ഊഹം തെറ്റിയില്ല. ഇവിടെ ഞാൻ കൊണ്ടുവന്നിട്ട് ഇട്ട് നോക്കിയപ്പോൾ കറക്റ്റ് സൈസ് ആയിരുന്നു കേട്ടോ. ഞാനിപ്പോൾ അവിടെ ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്നത് നല്ല മെറ്റീരിയലാണ്, കോട്ടൺ ആണ്, പ്യുവർ കോട്ടൺ ആണെന്ന് എൻ്റെ അടുത്ത് പറഞ്ഞിട്ടുണ്ടായിരുന്നു. പറഞ്ഞ പോലെ തന്നെ നമുക്ക് നല്ല മെറ്റീരിയലാണ് കേട്ടോ. യൂസ് ചെയ്ത് നോക്കിയിട്ട് നഷ്ടമില്ല. പിന്നെ 300 രൂപയാണ് അതിൻ്റെ റേറ്റ് എന്ന് എനിക്ക് തോന്നുന്നു. ഇതിനും ആ റേഞ്ച് തന്നെയാണ് വരുന്നത്, 250, 300 ആ റേഞ്ചിൽ തന്നെയാണ് വരുന്നത്. പിന്നെ എനിക്കൊരു ഈ 3 സെറ്റ് എടുത്തപ്പോൾ എനിക്കൊരു 100 രൂപയോ മറ്റോ 50 or 100 രൂപ കുറച്ച് തന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. അത് നമ്മളിങ്ങനെ വില പേശിയിട്ടാണ്, വെറുതെ ഒന്നുമില്ല, നന്നായിട്ട് കിടന്ന് അലച്ചിട്ടാണ് അവരെനിക്ക് കുറച്ച് റേറ്റ് കുറവിന് തന്നത്. പിന്നെ വൈറ്റ് എടുത്തത് കോമൺ ആയിട്ട് യൂസ് ചെയ്യാലോ എന്ന് വിചാരിച്ചിട്ടാണ്. ഇനി പൂക്കളൊക്കെ കണ്ടപ്പോൾ നല്ല രസമൊക്കെ തോന്നി. അപ്പം അങ്ങനെയാണ് ഇത് മേടിച്ചിരിക്കുന്നത് കേട്ടോ. വേറെ ഒരെണ്ണം കൂടി ഉണ്ട്, അത് ഞാൻ കാണിച്ചു തരാം. ഞാൻ ബെഡിൽ ഇട്ടിരിക്കുകയാണ്, എടുത്തുകൊണ്ട് വന്ന് കാണിച്ചു തരാം. പിന്നെ ഞാനൊരു ബെഡ്ഷീറ്റ് വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു. ഇത് സൂപ്പർ കിങ് സൈസ് ബെഡ്ഷീറ്റ് എന്നാണ് പറഞ്ഞത്. അതായത് കിങ് സൈസിനെ കഴിഞ്ഞും വലുതാണെന്നാണ് അവർ പറഞ്ഞത് കേട്ടോ. ഇതാണ് ആ ബെഡ്ഷീറ്റ്. നിങ്ങൾ ആ വീഡിയോ കണ്ടിട്ടുണ്ടെങ്കിൽ ഇത് നിവർത്തി കാണിച്ചു തരുന്നത് ഞാൻ കാട്ടിയിട്ടുണ്ടായിരുന്നു. ഇതാണ് ആ ബെഡ്ഷീറ്റ് വരുന്നത്. ഞാൻ നിവർത്തി കുളമാക്കുന്നില്ല, ത്രൂ ഔട്ട് ഈ ഒരു ഡിസൈൻ തന്നെയാണ് വരുന്നത് കേട്ടോ. ഞാൻ ഈ കളറ് എനിക്ക് ഇത്തവണ ഉണ്ടല്ലോ, ഈ ഒരു പേസ്റ്റൽ കളറാണ് എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട കളറ്. അപ്പോൾ ഇപ്പം ഡ്രസ്സ് എടുത്തപ്പോഴാണെങ്കിലും അല്ലാത്തപ്പോഴാണെങ്കിലും എന്ത് പോയി എടുക്കുമ്പോഴും ഈ ഒരു കളറിലേക്ക് വരുന്നുണ്ട് കേട്ടോ, ഡ്രസ്സും ബെഡ്ഷീറ്റും എല്ലാതും. അപ്പോൾ ഞാൻ അങ്ങനെ വാങ്ങിച്ചതാണ് ഇത്. ഇതിന് 2 കവർ വരുന്നുണ്ട്, പില്ലോ കവർ 2 വരുന്നുണ്ട്. നല്ല വലുതാണ്, ഈ ഒരു സൈസ് തന്നെയാണ് അവിടെ ഇപ്പം എടുക്കുന്നത്. സൂപ്പർ വലുതാണ് കേട്ടോ. കണ്ടോ, സൂപ്പർ കിങ് സൈസ് എന്നാണ് ഇതിൻ്റെ സൈസ് ചോദിച്ചപ്പം പറഞ്ഞത്. അപ്പം ഇതിൻ്റെ റേറ്റ് വരുന്നത് എനിക്ക് തോന്നുന്നു ബെഡ്ഷീറ്റൊക്കെ അവിടെ സ്റ്റാർട്ടിങ് 500, 800, 1000 ആ റേഞ്ചിലൊക്കെയാണ് ബെഡ്ഷീറ്റ് പോകുന്നത്. അപ്പം ഇത് സൂപ്പർ കിങ് സൈസ് ആയ കാരണം കൊണ്ട് ഇതിനാണ് അവിടെ ഏറ്റവും വില കൂടുതലായിരുന്നത് കേട്ടോ. അപ്പം എനിക്ക് തോന്നുന്നു 1600 ഒക്കെ 1700 മറ്റോ അങ്ങാണ്ടാണ് ബില്ല് വന്നത്. അത് എനിക്ക് 1400 രൂപയ്ക്കാണ് ഞാൻ വാങ്ങിച്ചത് കേട്ടോ. അത്ര ഞാൻ തരുള്ളൂ എന്ന് പറഞ്ഞ് അങ്ങനെ ഞാൻ വാങ്ങിച്ചതാണ് കേട്ടോ. അപ്പം ഇങ്ങനെയാണ് ഞാൻ ബെഡ്ഷീറ്റ് വാങ്ങിച്ചത്. ഒരെണ്ണം വാങ്ങിച്ചോളൂ. ഞാൻ ആദ്യമായിട്ടാണ് എൻ്റെ ലൈഫിൽ വാങ്ങിക്കുന്നത് എക്സിബിഷനിൽ നിന്ന്. നമ്മളെപ്പോഴും നമ്മുടെ ഐക്യ പോകുമ്പോൾ അല്ല, തൃശ്ശൂർ നമുക്ക് ടൗണിൽ തന്നെ ഒരു കടയുണ്ട് കേട്ടോ, ഇതുപോലെ ബെഡ്ഷീറ്റൊക്കെ വെക്കുന്നത്. നമ്മുടെ പാറമേക്കാവിൻ്റെ തൊട്ടടുത്താണ്, പേര് ഞാൻ ഓർക്കുന്നില്ല. അവിടെ നിന്നാണ് ഞാൻ സ്ഥിരമായിട്ട് ബെഡ്ഷീറ്റ് എടുക്കാറുള്ളത്. അപ്പോൾ എപ്പോഴും ബെഡ്ഷീറ്റ് എടുക്കുമ്പോൾ ഇതുപോലെ നമ്മുടെ സൂപ്പർ കിങ് സൈസൊക്കെ ആയ കാരണം കൊണ്ട് ഈ പറഞ്ഞ പോലെ 2500, 3000 ഒക്കെയാണ് ഓരോ ബെഡ്ഷീറ്റിനും റേറ്റ് വരുന്നത്. ഈ പറഞ്ഞ പോലെ ഐക്യയിലാണെങ്കിലും ബെഡ്ഷീറ്റിന് 2000, 3000, 1500 ഒക്കെ റേറ്റ് വരാറുണ്ട് കേട്ടോ ബെഡ്ഷീറ്റിൻ്റെ വില. അപ്പോൾ അത് വെച്ച് നോക്കുമ്പോൾ ഇത് കുറച്ച് ലാഭത്തിൽ എനിക്ക് തോന്നി. അപ്പം അത് കാരണം കൊണ്ട് ഞാൻ നോക്കാലോ, നമുക്ക് എല്ലാം നമ്മൾ പരീക്ഷിച്ച് നോക്കണ്ടേ, ഒരു സ്ഥലത്ത് തന്നെ വാങ്ങിക്കണം എന്ന് നിയമമൊന്നും ഇല്ലല്ലോ. പിന്നെ എനിക്കിങ്ങനെ ബെഡ്ഷീറ്റ് പെട്ടെന്ന് നരച്ച് പോകുന്നതൊന്നും എനിക്ക് അത്ര വലിയ താല്പര്യമില്ല. കുറച്ച് നല്ല ക്വാളിറ്റി ഉള്ള നല്ല മെറ്റീരിയൽ യൂസ് ചെയ്യുന്നതാണ് എനിക്ക് ചെറുതായിട്ടും ഇഷ്ടം. നമുക്ക് കിടക്കുമ്പോഴാണെങ്കിൽ അതാ സുഖം തോന്നുന്നത് കേട്ടോ. അപ്പം അങ്ങനെ ഞങ്ങൾ ഇതുവരെയ്ക്ക് അങ്ങനെ വാങ്ങിച്ചിട്ട് നോക്കിയിട്ടുണ്ടായിരുന്നില്ല. ഇത് ആദ്യമായിട്ട് വാങ്ങിച്ചതാണ്, നല്ലതായിരിക്കും എന്നുള്ള വിശ്വാസത്തിൽ വാങ്ങിച്ചതാണ് കേട്ടോ. കോട്ടൺ ആണല്ലോ, ചതിക്കപ്പെടില്ല എന്ന് വിശ്വസിക്കാം. അപ്പോൾ ഇത് വാഷ് ചെയ്ത് നോക്കിയിട്ട് വേണം കൂടുതൽ പറയാൻ പറ്റുള്ളൂ. കണ്ടിട്ട് കുഴപ്പമില്ലാത്ത മെറ്റീരിയലാണ്, പിടിച്ചൊക്കെ നോക്കുമ്പോൾ കേട്ടോ, സോഫ്റ്റൊക്കെയാണ്. അങ്ങനെ മേടിച്ചതാണ് കേട്ടോ. ഇനി ഞാൻ തനുക്കുട്ടിക്ക് വാങ്ങിച്ച സാധനങ്ങളാണ് നിങ്ങളെ കാണിക്കാനായിട്ട് പോകുന്നത്. അപ്പം എനിക്കൊരു പെൺകുട്ടി ഉണ്ടായതിന് ശേഷം എനിക്ക് അത് വാങ്ങണം ഇത് വാങ്ങണം എന്ന് ചിന്തിക്കുന്നതിന് പകരം ഞാൻ തനുക്കുട്ടിക്ക് എന്തൊക്കെ വാങ്ങിക്കാൻ കിട്ടും, അല്ലെങ്കിൽ ഒരു സ്ഥലത്ത് ചെന്ന് ഒരു കടയിൽ ചെന്ന് സാധനങ്ങൾ കാണുമ്പോഴത്തേക്കും തനോന് വാങ്ങിക്കാനുള്ള ഒരു ധൃതിയായിരിക്കും ഞാൻ ഏറ്റവും കൂടുതൽ കാണിക്കുക. എനിക്ക് ശരത്തേട്ട എപ്പോഴും എൻ്റെ അടുത്ത് പറയുന്നത് ഇത്രയും അവൾക്ക് വേണ്ടിയിട്ട് ഇത്രയും ഒരുക്കൊന്നും നടത്തരുത്, പിന്നെ അവള് പഠിപ്പിലൊക്കെ ശ്രദ്ധ കുറഞ്ഞ അതിലേക്ക് ശ്രദ്ധ പോവും എന്നൊക്കെ പറയുമെങ്കിലും ഞാൻ പറയും എനിക്ക് ആകെ ഒരു പെൺകുഞ്ഞുള്ളൂ, അതിനെ ഒരുക്കിക്കൊണ്ട് നടക്കാൻ ഈ പ്രായത്തിൽ എനിക്ക് പറ്റിയില്ലെങ്കിൽ പിന്നെ എനിക്ക് അവൾ വലുതായി കഴിഞ്ഞാൽ അവളുടെ ഇഷ്ടങ്ങളിലേക്ക് മാറുമ്പോൾ എനിക്കതിന് സാധിക്കില്ലല്ലോ. പിന്നെ എനിക്ക് പ്രസവിച്ചിട്ട് അതിനെ വളർത്തിക്കൊണ്ട് അതിനെ മേക്കപ്പ് ചെയ്ത് അല്ലെങ്കിൽ അതിനെ പുതിയ വളകളും മാലകളും ഒക്കെ ഇട്ട് കൊടുത്ത് പുതിയ ഉടുപ്പിട്ടൊക്കെ ഇട്ട് കൊണ്ട് നടക്കാൻ പോസിബിൾ ആയിട്ടുള്ള കാര്യമില്ല. അപ്പം ഞാൻ എൻ്റെ മോള് ഇപ്പം ഞാൻ എൻ്റെ ഇഷ്ടത്തിനാണ് അവളെല്ലാം
ചെയ്യുന്നത്. ഞാൻ ചെയ്ത് കൊടുക്കുന്നതാണ് അവൾക്ക് താല്പര്യം, അവൾക്ക് അതാണ് സന്തോഷം. അവൾക്ക് സ്വന്തമായിട്ട് ചെയ്യാനായിട്ടൊക്കെ അറിവ് കുറവല്ലേ. അപ്പം ഞാൻ എത്ര പരമാവധി അവളെ ഭംഗിയിൽ കൊണ്ട് എങ്ങനെ നടത്താമോ അങ്ങനെ തന്നെയാണ് ഞാൻ കൊണ്ട് നടക്കുന്നത്. അതുകൊണ്ട് തന്നെ എന്തൊരു സ്ഥലത്ത് പോയാലും ഏതൊരു സ്ഥലത്ത് പോയാലും ഞാൻ ആദ്യം അവൾക്കുള്ള സാധനങ്ങളായിരിക്കും വാങ്ങിക്കുക. എനിക്ക് പോലും ഞാൻ വാങ്ങിക്കൽ വളരെ കുറവാണ്. എൻ്റെ പ്രയോറിറ്റി എപ്പോഴും തനുവാണ് കേട്ടോ, ഇങ്ങനത്തെ സാധനങ്ങളൊക്കെ കാണുമ്പോഴത്തേക്കും. അങ്ങനെ ഞാൻ എക്സിബിഷനിൽ പോയപ്പോഴും കുറച്ച് സാധനങ്ങൾ മേടിച്ചിട്ടുണ്ടായിരുന്നു. ഞാൻ സാധാരണ നമ്മുടെ തൃശ്ശൂരൊക്കെ വരുമ്പോഴാണ് ഞാൻ ഒത്തിരി സാധനങ്ങൾ തനുക്കുട്ടിക്ക് വേണ്ടിയിട്ട് വള, മാല, കമ്മൽ അങ്ങനത്തെ സാധനങ്ങളൊക്കെ കൂടുതലും മേടിക്കുന്നത്. നമ്മുടെ പുത്തമ്പള്ളിയുടെ ഭാഗത്തുള്ള ഹോൾസെയിൽ കടകളിലേക്കൊക്കെ പോകുമ്പോൾ നല്ല ലാഭത്തിന് നമുക്ക് സാധനങ്ങൾ കിട്ടും. ഇവിടെ ബാംഗ്ലൂരിൽ എന്ന് വെച്ചാൽ ഒന്നല്ലെങ്കിൽ നമ്മൾ കൊമേഴ്ഷ്യൽ സ്ട്രീറ്റിലോ MG റോഡിലോ ഒക്കെ പോയാലാണ് നമുക്ക് വില കുറവിന് സാധനങ്ങൾ വാങ്ങിക്കാനായിട്ട് കിട്ടുന്നത്. അതെന്തായാലും തൃശ്ശൂരിനേക്കാളും കുറവാണ്. പക്ഷെ നമ്മളതൊന്നും എപ്പോഴും പോകുന്ന സ്ഥലങ്ങളല്ല, വല്ലപ്പോഴും പോയെങ്ങായി അത്രയേ ഉള്ളൂ. ഇതിനായിട്ട് നമ്മൾ പോവൊന്നുമില്ലല്ലോ. അപ്പം ഞാൻ എപ്പോഴും തൃശ്ശൂരൊക്കെ ചെല്ലുമ്പോൾ അവിടെ നിന്നാണ് കൂടുതലും തനുകുട്ടിക്ക് വളയും മാലയൊക്കെ വാങ്ങിച്ചുകൊണ്ട് വരുന്നത്. അപ്പം അങ്ങനെ ഇത്തവണ ഞാൻ ആ ഭാഗത്തേക്ക് പോയില്ല, കാരണം എക്സിബിഷനിൽ പോയി ആകെ ഞാൻ 5-6 ദിവസമാണ് തൃശ്ശൂർ ഉണ്ടായിരുന്നുള്ളൂ. അപ്പം എനിക്ക് ആ സമയത്തിൻ്റെ ഉള്ളിൽ എനിക്ക് അത്രയും സാധനങ്ങളൊന്നും വാങ്ങിക്കാൻ പോകാനുള്ള സമയമൊന്നും ഉണ്ടായിരുന്നില്ല കേട്ടോ. പിന്നെ അതിന് മുന്നേ ഞാൻ എക്സിബിഷന് പോവുകയും ചെയ്തു. അപ്പോൾ പിന്നെ ഞാൻ അവിടെ നിന്ന് അവൾക്ക് അത്യാവശ്യം വേണ്ടത് വാങ്ങിച്ചു. പിന്നെ അവൾക്ക് ഒത്തിരി ഇവിടെ ഇരിപ്പുണ്ട്. അപ്പം ഞാൻ ജസ്റ്റ് എനിക്ക് കണ്ടപ്പോൾ എന്തായാലും വാങ്ങിക്കണമെന്ന് തോന്നിയ കുറച്ച് സാധനങ്ങൾ മാത്രമേ വാങ്ങിച്ചുള്ളൂ. അത് ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം. അപ്പോൾ കയ്യിൽ കിട്ടുന്നത് കാണിച്ചു തരാം. ഇത് ഈ ഒരു ഹെയർ ബാൻഡ് അവിടെ ആദ്യം കണ്ട കടയിൽ എനിക്ക് അത്രയും ക്വാളിറ്റി ഉള്ള ഹെയർ ബാൻഡ്സ് ആണെന്നൊന്നും തോന്നിയില്ല. 40 രൂപ 50 രൂപ റേഞ്ചിലൊക്കെയാണ് ഹെയർ ബാൻഡുകളുടെ റേറ്റ് പറഞ്ഞത്. അപ്പോൾ ഇതിൻ്റെ റേറ്റ് എനിക്ക് തോന്നുന്നു 60 രൂപയോ മറ്റോ ആയിരുന്നു തോന്നുന്നു കേട്ടോ. ഇതിൻ്റെ റേറ്റ് എനിക്ക് ഓർമ്മയില്ല കേട്ടോ. അതെ, ഞാൻ വെച്ച വലുതായി പൂവെന്ന് അറിഞ്ഞുകൂടാ. ഇതാണ് ഇങ്ങനെ സൈഡിൽ പൂവൊക്കെ ആയിട്ടുള്ള ഒരു ഹെയർ ബാൻഡ്. നല്ല രസമുണ്ടായിരുന്നു കാണാൻ കേട്ടോ. അപ്പോൾ ഇതൊരെണ്ണം ഞാൻ തനുക്കുട്ടിക്ക് മേടിച്ചു. വെക്കല്ലേ പൊന്നെ എന്ന് പറഞ്ഞുകൊണ്ട് വെച്ചിരിക്കുകയായിരുന്നു. നിങ്ങൾക്ക് വീഡിയോ എടുത്ത് കാണിച്ചു തന്നിട്ട് അവൾക്ക് യൂസ് ചെയ്യാൻ കൊടുക്കാമെന്ന് വിചാരിച്ചിട്ട്. ഇങ്ങനെ ഫ്ലവറൊക്കെ ആയിട്ട് സൈഡിൽ ഇതിൻ്റെ പല കളർ ഉണ്ടായിരുന്നു കേട്ടോ. റേറ്റ് എനിക്ക് അത്ര ഉറപ്പില്ല, പക്ഷെ ഒരു 60 രൂപ 70 രൂപ റേഞ്ചായിരുന്നു കേട്ടോ. അതൊക്കെ ഇച്ചിരി കൂടുതലാണ്. ഇത് രണ്ടും ഞാൻ തൃശ്ശൂർ പൂരത്തിന് വാങ്ങിച്ചതാണ്. ഇതിന് 40 രൂപ, ഇതിന് 30 രൂപ, 25-30 അങ്ങടാണ് തോന്നുന്നു കേട്ടോ. ഇതെനിക്ക് ഭയങ്കര ഇഷ്ടമുള്ള ക്ലിപ്പാണ്. ഇത് ആമസോണിലൊക്കെ ഉണ്ട്. 6 എണ്ണം 250 രൂപ എന്നൊക്കെ കണ്ടിട്ട് 180 റേഞ്ചിലൊക്കെ ഞാൻ ഈ ക്ലിപ്പുകൾ 5-6 എണ്ണം ഒന്നിച്ച് കണ്ടായിരുന്നു. അപ്പോൾ നമുക്ക് വരുത്തിയിട്ട് എനിക്കറിയില്ലല്ലോ ഇതിന് എന്തുമാത്രം ഭംഗിയുണ്ടായിരുന്നൊന്നും. ഇപ്പം ഞാൻ തൃശ്ശൂർ പൂരത്തിന് പോയപ്പോൾ ഇത് കണ്ടപ്പോൾ ഞാൻ ചാടി എടുത്ത് വാങ്ങിച്ചു. ഞാൻ ഉദ്ദേശിച്ച കളർ അല്ലെങ്കിൽ പോലും കാണാൻ നല്ല ഭംഗിയുള്ള കളറായിരുന്നു കേട്ടോ. നല്ല രസമല്ലേ കാണാനായിട്ട്. നമുക്കിങ്ങനെ ക്ലിപ്പ് ചെയ്താൽ നല്ല ഭംഗിയായിരിക്കും. എപ്പോഴെങ്കിലും ഞാൻ ഇടുമ്പോൾ നിങ്ങൾ കണ്ടോ, മുടിയൊക്കെ വലിച്ച് പൊട്ടിക്കും ഞാനെന്ന്. ഇതതിൻ്റെ ചെറുതാണ് കേട്ടോ, ബ്ലൂ കളറ്. ഹെയർ ബാൻഡുകൾ ഞാൻ അത്രയ്ക്കൊന്നും വാങ്ങിച്ചില്ല. പിന്നെ ഇതുപോലത്തെ കുഞ്ഞിയ ബണ്ണുകൾ ഉണ്ടായിരിക്കില്ലേ, ചെറുത്. ഇത് ഞാൻ നമുക്ക് സ്കൂളിൽ പോകുമ്പോൾ കെട്ടിക്കൊടുക്കാൻ വേണ്ടിയിട്ട് വാങ്ങിച്ചതാണ്. ഇത് എനിക്ക് തോന്നുന്നു ഒരെണ്ണം 10 രൂപ 20 രൂപ അങ്ങനെ എന്താണ്ടായിരുന്നു തോന്നുന്നു കേട്ടോ. 20 റുപ്പീസ് ആയിരുന്നു തോന്നുന്നു. പിന്നെ ഇത് എനിക്ക് വാങ്ങിച്ചതാണ്. ഇത് ഞാൻ എക്സിബിഷനിൽ നിന്ന് വാങ്ങിച്ചതാണ്. എനിക്ക് ഇതിൻ്റെ റേറ്റ് ഓർമ്മയില്ല. 60 50 ആ റേഞ്ചിലൊക്കെയാണെന്ന് തോന്നുന്നു കേട്ടോ. അത്യാവശ്യം വിലയുണ്ടായിരുന്നു കേട്ടോ എക്സിബിഷന് ഇങ്ങനത്തെ ക്ലിപ്പുകളും. പിന്നെ ഇതൊരു വെറൈറ്റി തോന്നിയ കാരണം കൊണ്ട് ഡബിൾ കളറാണ്. അപ്പോൾ അങ്ങനെ ഒരു വെറൈറ്റി തോന്നിയ കാരണം കൊണ്ട് ഇതിൻ്റെ ഒരുപാട് പേസ്റ്റൽ കളേഴ്സൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. അതൊക്കെ നല്ല രസമായിരുന്നു. അതുകൊണ്ട് ഞാൻ ഇതൊരെണ്ണം മേടിച്ചതാണ് കേട്ടോ. കണ്ടോ, ഡബിൾ കളറാണ്, ഫ്ലവറും ആണ്, അതുകൊണ്ട് മേടിച്ചു. നല്ല രസമുണ്ടായിരുന്നു തലയിൽ വെച്ച് നോക്കിയപ്പോഴത്തേക്കും. പിന്നെ തനുവിന് 2 തലയിൽ കുത്തുന്ന സ്ലൈഡ്. ഇത് ഒരെണ്ണം ഞാൻ എനിക്ക് മേടിച്ചതാണ്. ഭംഗിയില്ലെങ്കിൽ തനുവിനെ കുത്തി കൊടുക്കാമെന്ന് വിചാരിച്ചു. എന്നാൽ അവൾക്ക് തന്നെയായിരിക്കും കൂടുതലും കുത്തി കൊടുക്കുന്നത്. ഇത് കണ്ട ഇങ്ങനെ സൈഡിലൊക്കെ ഇങ്ങനെ മുടിയെടുത്ത് കുത്താൻ, അതിന് വേണ്ടിയിട്ട് വാങ്ങിച്ചതാണ് കേട്ടോ. പിന്നെ നമ്മൾ കുളിയൊക്കെ കഴിയുമ്പോൾ നമുക്ക് ഇങ്ങനെ എടുത്ത് തലയിൽ കുറച്ച് മുടി എടുത്ത് വെക്കാനായിട്ടുള്ള ചെറിയൊരു ക്ലിപ്പ് കേട്ടോ. ഇതിനും 30 40 50 ഒക്കെ റേറ്റ് ഒക്കെ ഉണ്ടെന്ന് തോന്നുന്നു കേട്ടോ. 40 തോന്നുന്നു റേറ്റ് വരുന്നത്. എനിക്ക് ഓർമ്മയില്ല കൃത്യമായിട്ട്. ഞാൻ കാണിച്ചു തന്നത് അത്രയ്ക്ക് ക്ലിയർ അല്ലായിരുന്നു. അപ്പോൾ ഇത് ഞാൻ അടുത്തേക്ക് കാണിച്ചു തരാം. ഇതാണ് ഒരു ക്ലിപ്പ് കേട്ടോ. ഇത് 30 രൂപ 40 രൂപയൊക്കെയാണ് ഇതിൻ്റെ റേറ്റ് വരുന്നത്. ഇത് എനിക്ക് തലയിലിടാൻ വാങ്ങിച്ചതാണ് കേട്ടോ.
ഇത് താനക്കുട്ടിക്ക് വാങ്ങിച്ചതാ. ഇത് 2 ഭാഗത്തൊക്കെ മുടി കെട്ടി കൊടുക്കാനായിട്ടൊക്കെ. ഇത് 40 രൂപയൊക്കെ ആണെന്നും തോന്നുന്നു. ഭയങ്കര റേറ്റ് കൂടുതലാണ്, എന്നാലും ഞാൻ കണ്ടപ്പോൾ ഭംഗി തോന്നിയപ്പോൾ വാങ്ങിച്ചു. പിന്നെ അവൾക്ക് കുറച്ച് തടവളകൾ കണ്ടപ്പോൾ വാങ്ങിച്ചതാണ് കേട്ടോ. ഇത് പണ്ടത്തെ അനിയത്തിപ്രാവോ നിറോ അങ്ങനെ ഏതോ സിനിമയിൽ വന്നിട്ടുള്ള വളയാണ് ഈ ബ്ലാക്ക് മെറ്റലിൻ്റെ. ഇതെനിക്ക് പണ്ട് എൻ്റെ ചെറുപ്പത്തിൽ ഉണ്ടായിരുന്നു. അപ്പോൾ അത് കണ്ടപ്പോൾ ഞാൻ ഒരു പൂതിക്ക് അവൾക്ക് ഒരെണ്ണം മേടിച്ചതാണ് കേട്ടോ. പിന്നെ ഈ ഗോൾഡൻ കളറും അവൾക്ക് മേടിച്ചു. അടുത്തൊരു വള ഇതാണ്. ഇതൊരു മെറ്റൽ ടൈപ്പ് വളയാണ്. ഇത് 6 എണ്ണം ഉള്ളൂ കേട്ടോ. 60-80 രൂപയോ മറ്റോ ആയിരുന്നു ഇത്ര എണ്ണത്തിന് വാങ്ങിച്ചത് കേട്ടോ. 80 ആയിരുന്നെന്ന് എൻ്റെ ഒരു ഓർമ്മ. കാണാൻ നല്ല രസമുണ്ട്, പക്ഷേ റേറ്റാണ് പ്രശ്നം. അല്ലെങ്കിൽ ഞാൻ 1 ഡസൻ വാങ്ങിച്ചേനെ. 80 രൂപയായിരുന്നു എന്ന് എൻ്റെ ഓർമ്മ കേട്ടോ. കാണാൻ നല്ലതാണ്. ഇതൊരു കമ്മൽ ഞാൻ എനിക്ക് വേണ്ടി വാങ്ങിച്ചതാണ് കേട്ടോ. ഇതിനൊരു കോൺ ഷേപ്പ് കണ്ടപ്പോൾ ഞാൻ വാങ്ങിച്ചത്, ഒരു വെറൈറ്റി തോന്നിയത് കൊണ്ട് കേട്ടോ. ഈ ഒരു കമ്മലും ഞാൻ എനിക്ക് വേണ്ടി വാങ്ങിച്ചതാണ് കേട്ടോ. കണ്ടോ, ഇനി 160 രൂപയാണ് ഇതുമേ റേറ്റ് ചെയ്തിരിക്കുന്നത്. എത്ര ഞാൻ കൊടുത്തതെന്ന് എനിക്ക് ഓർമ്മയില്ല. കണ്ടോ, ഈ ഒരു കമ്മൽ ഞാൻ പൂരത്തിന് മേടിച്ചതാ. 30 രൂപയാണ് ഇതിൻ്റെ റേറ്റ് കേട്ടോ. ഈ ഒരു കമ്മൽ ഞാൻ കോട്ടയത്തു നിന്ന് വാങ്ങിച്ചതാണ് കേട്ടോ. ഇതിന് എനിക്ക് എത്ര റേറ്റ് എന്ന് ഓർമ്മയില്ല. ഇതുമേ 75 എന്നൊക്കെ എഴുതിയിട്ടുണ്ട്. അത്രയ്ക്കൊന്നും കാണില്ലായിരിക്കും. എന്തോ ഞാനിത് കോട്ടയത്തു നിന്ന് മേടിച്ചതാണ് കേട്ടോ, ഒരു കടയിൽ നിന്ന്. നല്ല ഭംഗിയുള്ളൊരു കളർ കണ്ടപ്പോൾ മേടിച്ചതാണ്. പിന്നെ തനുവിന് ഒരേ ഒരു മാലയാണ് ഞാൻ മേടിച്ചത്. ഇതാ കണ്ടോ. പിന്നെ ഞാനിത് എനിക്ക് വാങ്ങിച്ച വളയാണ്. ഇത് 200 രൂപയാണ് കേട്ടോ ഇതിൻ്റെ റേറ്റ് വരുന്നത്. രാജസ്ഥാനി ടൈപ്പ് മറ്റേ കുന്തൻ വർക്ക്സിൻ്റെ ഒക്കെ വളകൾ വിൽക്കുന്ന ഒരു ഷോപ്പ് അവിടെ ഉണ്ട്. അതിൻ്റെ പേര് ഞാൻ മറന്നുപോയി. അവിടെ നിന്ന് വാങ്ങിച്ചതാണ് കേട്ടോ. ഇത് എല്ലാ വർഷവും ഉണ്ടായിരിക്കും, പക്ഷെ ഭയങ്കര റേറ്റ് പറയുന്ന വളയാണ്. പക്ഷെ ഇത്തവണ ഇച്ചിരി റേറ്റ് കുറവ് തോന്നി. 200 രൂപയാണ് ഈ ഒരു സെറ്റിന് റേറ്റ്. നല്ല ഭംഗിയാണ് കേട്ടോ ഇത് കാണാനായിട്ട്. കയ്യിലിട്ടാലാണ് അതിൻ്റെ ഭംഗി അറിയുള്ളൂ. കണ്ടോ, കയ്യിലിടുമ്പോഴുള്ള ഭംഗിയുണ്ടോ? നല്ല രസമാണ് ഇത് കാണാൻ. ഇതും ഞാൻ സെയിം കടയിൽ നിന്ന് വാങ്ങിച്ച വളയാണ് കേട്ടോ. ഇതും നല്ല ഭംഗിയാണ് കേട്ടോ കാണാൻ. അടുത്തത് ഈ ഒരു ഗ്രീൻ വള, പിന്നെ ഈ ഒരു മൾട്ടി കളർ ആയിട്ടുള്ളൊരു വള, ഒരു പേസ്റ്റൽ കളർ ഒക്കെ കൂടിയ ഒരു വള കേട്ടോ. ഇത് രണ്ടും ഞാൻ തനുക്കുട്ടിക്ക് മേടിച്ചതാണ്. പിന്നെ 2 പാക്കറ്റ് പൊട്ട് വാങ്ങിച്ചായിരുന്നു. ഇങ്ങനെ കുറേ കളർഫുള്ളായിട്ടുള്ള പൊട്ടില്ലേ, സ്കൂളിലൊക്കെ പോകുമ്പോൾ തൊട്ട് കൊടുക്കാൻ വേണ്ടി വാങ്ങിച്ചത്. ഒന്ന് കല്ലുള്ളത്, ഒന്ന് കല്ലില്ലാത്തത് കേട്ടോ. പിന്നെ ഈ ഒരു ക്ലിപ്പ് മേടിച്ചു ഞാൻ. ഇതിൽ 2 എണ്ണം വെച്ച് ഒരു 5 കളറുണ്ട്. 50 രൂപയോ മറ്റായിരുന്നു ഇതിൻ്റെ റേറ്റ് വരുന്നത് കേട്ടോ. അപ്പോൾ അങ്ങനെ ഈ ഒരു ക്ലിപ്പ് ഞാൻ വാങ്ങിച്ചു, സ്കൂളിലെല്ലാം പോകുമ്പോൾ മുടി ഒതുക്കി ഇങ്ങനെ കുത്തി കൊടുക്കാൻ വേണ്ടിയിട്ട്. പിന്നെ ദാ ഈ ഒരു മാല, ഇത് ഞാൻ തനുക്കുട്ടിക്ക് മേടിച്ചതാ. നല്ല രസമല്ലേ കാണാൻ. 180 രൂപയായിരുന്നു എന്നാണ് എൻ്റെ ഓർമ്മ. ഇത് കളർ പോവില്ല എന്നൊക്കെയാണ് അവർ പറഞ്ഞത് കേട്ടോ. ആ ഒരു ഉറപ്പിൽ വാങ്ങിച്ചതാണ് തനുക്കുട്ടിക്ക്. ഇത് ഞാൻ തനുക്കുട്ടിക്ക് മുടിയൊക്കെ കെട്ടാൻ 2 ഭാഗത്ത് കെട്ടി കൊടുക്കാൻ വേണ്ടിയിട്ട് അങ്ങനെ കളർഫുള്ളായിട്ടുള്ള ചെറിയ ഉണ്ടകൾ വാങ്ങിച്ചതാണ് കേട്ടോ. ചെറിയ ചെറിയ ബണ്ണുകൾ കണ്ടോ, നല്ല രസമല്ലേ, ചെറുതാണ്. ഇതിന് 50 രൂപയായിരുന്നു തോന്നുന്നുണ്ട് കേട്ടോ ഈ ഒരു സാധനം കിട്ടാനായിട്ട്, മുഴുവനായിട്ട് കിട്ടാൻ. പിന്നെ ഈ 2 കുഞ്ഞ് ബട്ടർഫ്ലൈ ക്ലിപ്പ് ഞാൻ നമ്മൾ കുളിയൊക്കെ കഴിയുമ്പോൾ ഇച്ചിരി മുടിയെടുത്ത് തലയിൽ കെട്ടണം എന്ന് തോന്നിയാൽ അതിന് വേണ്ടിയിട്ട് വാങ്ങിച്ചതാണ് കേട്ടോ. ചെറിയ ക്ലിപ്പാണ് കേട്ടോ, 2 എണ്ണം. പിന്നെ ഇത് ഞാൻ പിക്കുവിന് വേണ്ടിയിട്ട് ഒരു ജീപ്പ് ഡിഫൻഡറോ എന്താ അതിൻ്റെ പേര്, അത് മേടിച്ചതാണ് കേട്ടോ. ഈ ലുഡോൻ്റെ ഷീറ്റ്, ഗെയിം കളിക്കുന്ന ഷീറ്റ് വേണമെന്ന് എന്നോട് പറഞ്ഞിട്ടുണ്ടായിരുന്നു പിക്കു. അപ്പോൾ അവന് അതൊരെണ്ണം ഞാൻ മേടിച്ചു. ഇപ്പുറത്ത് പാമ്പും കോണിയുണ്ട്. ഇതിന് 50-100 രൂപയായിരുന്നു ഇതിൻ്റെ റേറ്റ് കേട്ടോ. പിന്നെ ഇത് ഈ ധൂപ്പൊക്കെ കത്തിച്ച് വെക്കാൻ വേണ്ടിയിട്ട് ഞാൻ വാങ്ങിച്ചതാണ്.
കണ്ടപ്പോൾ ഒരു ഭംഗി തോന്നി. സൈഡൊക്കെ ഇച്ചിരി പൊട്ടിയിട്ടുണ്ട്. 50 രൂപയായിരുന്നു വില കേട്ടോ. ഒരുവിധം എല്ലാം പൊട്ടിയിട്ടുണ്ടായിരുന്നു. അതുകൊണ്ട് പിന്നെ കൂടുതൽ സെലക്ഷൻ ഒന്നും നിന്നില്ല. ഉള്ളതിൽ ഭേദപ്പെട്ടത് ഞാൻ ഒരെണ്ണം വാങ്ങിച്ചു. കണ്ടോ, ഇതിങ്ങനെ ഓപ്പൺ ചെയ്യാം. ഇതിനകത്ത് ധൂപ്പ് വയ്ക്കാം. എന്നിട്ട് അടച്ചു വെച്ചാൽ പുക ഇങ്ങനെ പോവും. അങ്ങനെയാണ് ഇതിൻ്റെ ഒരു സെറ്റപ്പ്. പിന്നെ എല്ലാ വർഷവും ഞാൻ വാങ്ങിക്കുന്ന ഒരു ഐറ്റമാണ്, ഞാൻ മുന്നേ പറഞ്ഞിട്ടുണ്ട്, ഇങ്ങനത്തെ ജൂത്തീസ്. എനിക്ക് ഇങ്ങനെ ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. നമ്മുടെ സൽവാറല്ല, കുർത്ത സെറ്റിൻ്റെ ഒക്കെ കൂടെ ഇടാനായിട്ടുള്ള ജൂത്തീസും അങ്ങനത്തെ കാര്യങ്ങളൊക്കെ വാങ്ങിക്കാറുണ്ട് ഞാൻ. അപ്പോൾ ഇതങ്ങനെ ഇതൊരു ഷൂ ടൈപ്പ് പോലെയൊക്കെ തോന്നുന്നു കാണുമ്പോഴത്തേക്കും. പേരുകളൊക്കെ ഉണ്ടായിരിക്കുമല്ലോ. അപ്പോൾ ഇതിന് 750 രൂപയാണ് റേറ്റ് പറഞ്ഞത്. എൻ്റെ സൈസാണെങ്കിൽ ഒരുവിധപ്പെട്ട ചെരുപ്പ് മുഴുവൻ ഞാൻ ഇട്ട് നോക്കിയിട്ടും എൻ്റെ കറക്റ്റ് സൈസ് കിട്ടാൻ ബുദ്ധിമുട്ടായിരുന്നു. അപ്പം അങ്ങനെ തപ്പി തെരഞ്ഞ് എനിക്ക് എൻ്റെ സൈസിലുള്ളത് കാണുമ്പോഴത്തേക്ക് എനിക്ക് കളർ ഇഷ്ടപ്പെടില്ല, അല്ലെങ്കിൽ അതിൻ്റെ വർക്ക് ഇഷ്ടപ്പെടില്ല. അങ്ങനെ തപ്പി തെരഞ്ഞ് എനിക്ക് എന്തായാലും ഒരെണ്ണം വേണം. ഇത് എങ്ങനെ പോയാലും 1 ഇയർ നിൽക്കുന്ന ചെരുപ്പാണ് കേട്ടോ. ഞാൻ എല്ലാ വർഷവും എക്സിബിഷന് പോകുന്ന സമയമാണെങ്കിൽ എല്ലാ വർഷവും ഞാൻ വാങ്ങിക്കാറുണ്ട്. അപ്പം അങ്ങനെ ഞാൻ ഒരെണ്ണം വാങ്ങിച്ചു. ഇതിന് 500 രൂപയാണ് എൻ്റെ ഇത് മേടിച്ചത്. അത്രയ്ക്കൊന്നും ഇല്ല, 10, 200, 300 രൂപയുടെ സാധനമാണ്. കൊമേഴ്ഷ്യൽ സ്ട്രീറ്റിൽ നിന്നൊക്കെ നമുക്ക് ഇഷ്ടംപോലെ വാങ്ങിക്കാൻ കിട്ടും. എന്നാലും എക്സിബിഷന് ചെല്ലുമ്പോൾ എനിക്കിത് വാങ്ങിക്കാൻ എനിക്കങ്ങനെ വാങ്ങിക്കണം എന്ന് തോന്നാറുണ്ട്. അതുകൊണ്ട് ഞാൻ വാങ്ങിച്ചതാണ് കേട്ടോ. കഴിഞ്ഞ വർഷം ഞാൻ 350 രൂപയ്ക്ക് വാങ്ങിച്ച സാധനമാണ്. ഈ വർഷം അവർ ഡബിളാണ് റേറ്റ് പറഞ്ഞത്. എന്നോട് 750 പറഞ്ഞാണ് അവസാനം 500ലേക്ക് എത്തിച്ചത് കേട്ടോ. അങ്ങനെ വാങ്ങിച്ചതാണ് ഇത്. കാണാനൊക്കെ നല്ല രസമൊക്കെ ഉണ്ട്, പക്ഷെ എന്നിരുന്നാലും റേറ്റ് ഇച്ചിരി കൂടുതൽ തന്നെയാണ്. പോട്ടെ അല്ലേ, വൻസിൻ്റെ വെയിലൊന്നും വലിയ കുഴപ്പമൊന്നുമില്ല. എനിക്ക് അങ്ങനെ ഭയങ്കര ഇഷ്ടമായ കാരണം കൊണ്ട് വാങ്ങിച്ചതാണ് കേട്ടോ. എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ഇങ്ങനത്തെ ചെപ്പൽ, ഇങ്ങനത്തെ ഒരു മോഡൽ ഇടാനായിട്ട് കേട്ടോ. ഇഷ്ടപ്പെട്ടോ? എങ്ങനെയുണ്ട്? നല്ല കളറല്ലേ? എനിക്കില്ലാത്തൊരു കളറാണ്. അതുകൊണ്ടല്ല, എൻ്റെ കറക്റ്റ് സൈസിന് കിട്ടാൻ ബുദ്ധിമുട്ടായിരുന്നു. കിട്ടിയത് ഞാൻ വാങ്ങിച്ചു എന്ന് മാത്രം. കണ്ടോ, നല്ലതല്ലേ? അടുത്ത് വന്നിട്ട് ഇതേ 2 കപ്പ് 100 രൂപയാണ് കേട്ടോ. ഈ ഒരു ചായ കപ്പിൻ്റെ റേറ്റ് വരുന്നത് 2 എണ്ണം 100 രൂപ. നല്ല ഭംഗിയുണ്ട്. ഈ മീനിൻ്റെ ഒക്കെ ചെതമ്പര് പോലത്തെ ആ ഒരു ഡിസൈൻ പാറ്റേൺ ആണ് കാണാൻ. നല്ല ഭംഗിയുള്ള ഒരു ഡിസൈൻ കേട്ടോ. കണ്ടോ, 2 എണ്ണം 100 രൂപ. പല മോഡൽ ഉണ്ടായിരുന്നു, എനിക്ക് ഇതാണ് ഇഷ്ടപ്പെട്ടത്, അതുകൊണ്ട് ഇത് വാങ്ങിച്ചു. കണ്ടോ, നല്ല ഭംഗിയില്ലേ കാണാനായിട്ട്? നല്ല ക്യൂട്ടാണ് കേട്ടോ. നല്ല കാണാൻ നല്ല രസമുണ്ട്. അത്യാവശ്യം ചായയും കാപ്പിയൊക്കെ കൊള്ളുകയും ചെയ്യും. അങ്ങനെ വാങ്ങിച്ചതാണ് കേട്ടോ. നല്ല രസമുള്ള കപ്പ്. 2 എണ്ണം 100 രൂപ. പിന്നെ ഇങ്ങനത്തെ കുട്ടി കുട്ടി സാധനങ്ങൾ വാങ്ങിക്കാനാണ് ഞാൻ മെയിനായിട്ട് എക്സിബിഷന് പോകുന്നത്. ഇത് ദോശയിൽ നമുക്ക് എണ്ണയൊക്കെ തൂക്കാനുള്ള സംഭവമാണ്. ഇതിൻ്റെ ഈ ഭാഗത്ത് നമുക്ക് എണ്ണയാക്കാം, എന്നിട്ട് ഇങ്ങനെ ദോശയിൽ ഇങ്ങനെ കാണിക്കാം, അതിന് വേണ്ടിയിട്ട്. പിന്നെ ഈ ഒരു കുഞ്ഞ് സ്പൂണ്, ഇതിങ്ങനെ നെയ്യൊക്കെ ഇങ്ങനെ കോരിയെടുക്കാൻ വേണ്ടിയിട്ട്. ചെറുതാണ് കേട്ടോ, ഭയങ്കര ചെറുതാണ്. അങ്ങനെ ഒരു കുഴി പോലെ ഉണ്ട് കേട്ടോ. അതിന് നെയ്യോ എണ്ണയൊക്കെ ഇങ്ങനെ കോരിയെടുക്കാൻ, അതിന് വേണ്ടി വാങ്ങിച്ചതാണ്. ഇതും ഞാൻ എല്ലാ വർഷവും വാങ്ങിക്കുന്ന സാധനമാണ് കേട്ടോ. കണ്ടോ, ഇതൊക്കെ 10 രൂപയുള്ളൂ. പിന്നെ ഈ ഒരു സ്പൂണ്, ഇത് ഞാൻ മമ്മിയുടെ അടുത്ത് കോട്ടയത്ത് കണ്ടതാണ്. അപ്പോൾ അത് കണ്ടപ്പോഴേ എനിക്ക് വാങ്ങിക്കണം, അതുപോലത്തെ ഒരെണ്ണമെന്ന് വിചാരിച്ചു. നല്ല രസമാണ് കേട്ടോ, നല്ല നീളമാണ്. ഞാൻ അങ്ങനെ കാണിച്ചു തരാം. ഇത്ര നീളമുണ്ട് കണ്ട, നല്ല നീളത്തിലുള്ള സ്പൂണാണ് കേട്ടോ. നമുക്ക് അങ്ങനെ ഇപ്പം നമ്മൾ ഈ ചീനച്ചട്ടിയിലൊക്കെ ഇങ്ങനെ എന്തെങ്കിലും തോരൻ ഇതൊക്കെ ആക്കുമ്പോൾ കയ്യിലേക്ക് ചെറിയ സ്പൂണൊക്കെ യൂസ് ചെയ്യണമെങ്കിൽ ഭയങ്കരമായിട്ട് ചൂടടിക്കും. ഇങ്ങനെ നീളത്തിലുള്ളതാകുമ്പോൾ നമുക്ക് അങ്ങനെ ഒരു പ്രശ്നം വരുന്നില്ല. നല്ല നീളമുണ്ട്, നല്ല സുഖമാണ് കേട്ടോ അങ്ങനെ പിടിച്ചിങ്ങനെ ആക്കാൻ. വലിയ കനമുണ്ട്, എന്നാലും ഓവർ വെയിറ്റ് ആയിട്ടൊന്നും നമുക്ക് ഫീൽ ചെയ്യില്ല കേട്ടോ. കൈ കഴയ്ക്കൂല എന്ന കാര്യം നടക്കുകയും ചെയ്യും. നല്ലൊരു സ്പൂണ് കേട്ടോ. ഇതിന് 50 രൂപയാണെന്ന് തോന്നുന്നു കേട്ടോ. 30-50 ആ ഒരു റേഞ്ചിലാണ് ഇതിൻ്റെ റേറ്റ് വരുന്നത് കേട്ടോ. പിന്നെ കഴിഞ്ഞ വർഷം ഞാൻ ഒരു പരീക്ഷണാർത്ഥം
ടേബിൾ കവർ വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അത് ഇതേ ഒരു 1 ഇയർ നല്ലപോലെ ഓടിയിട്ടുണ്ട്, അങ്ങനെ മോശമായിട്ടൊന്നുമില്ല. അപ്പം ആ ഒരു കട കണ്ടപ്പോഴത്തേക്കും ഞാൻ ടേബിൾ ഷീറ്റ്, നമ്മുടെ ലഞ്ചൊക്കെ കഴിക്കുന്ന ടേബിളില്ലേ, അതിലേക്ക് വാങ്ങിച്ചതാണ് കേട്ടോ. ഇതിന് 250 or 300 ആയിരുന്നു എന്ന് തോന്നുന്നു കേട്ടോ ഇതിൻ്റെ റേറ്റ്. പല കളറുണ്ട്, പല ഡിസൈൻ ഉണ്ട്. ഞാൻ കഴിഞ്ഞ പ്രാവശ്യം ഒരു ബ്ലാക്ക് കളറിലാണ് മേടിച്ചത്. അപ്പോൾ ഇത്തവണ ഒരു വൈറ്റ് കളറിൽ ഇരിക്കട്ടെ എന്ന് വിചാരിച്ചിട്ട് ഒരു വൈറ്റ് കളറിലുള്ളതാണ് ഞാൻ വാങ്ങിച്ചത് കേട്ടോ. ട്രാൻസ്പെറൻ്റ് ആണ്, പക്ഷെ ഇതിനൊരു സെൽഫായിട്ട് ഇതിനൊരു ഡിസൈൻ വരുന്നുണ്ട്, ഒരു ലീവ്സിൻ്റെ പല മോഡൽ ഉണ്ടായിരുന്നു. അപ്പം അങ്ങനെ ഒരെണ്ണം ഇത് മേടിച്ചു. കുഴപ്പമില്ല അല്ലേ, നമ്മുടെ ചെറിയ മേശയാണ്, വലുത് നമുക്ക് ഏത് സൈസിന് വേണമെങ്കിലും അവരത് കട്ട് ചെയ്ത് തരുന്നുണ്ട്. ഞാൻ എൻ്റെ ഒരു ഊഹം വെച്ചിട്ടാണ് ഇത് മേടിച്ചിരിക്കുന്നത്. ചിലപ്പോൾ വലുതായിരിക്കും, വലുതായാൽ നമുക്ക് കട്ട് ചെയ്യാം, ചെറുതായി പോയാൽ നമുക്കത് നഷ്ടമായി പോവില്ലേ. അപ്പം അത് കാരണം കൊണ്ട് ഞാൻ എൻ്റെ ഒരു ഊഹം വെച്ചിട്ടാണ് കട്ട് ചെയ്ത് മേടിച്ചത് കേട്ടോ. 300 രൂപ മറ്റാണ് ആയത്. ഇതേ സാധനം തന്നെ നമ്മൾ അവിടുത്തെ ഷോപ്പുകളിൽ പോയി വാങ്ങിക്കുമ്പം 600-700 റേഞ്ചിനൊക്കെ ഈ ടേബിൾ കവർ വാങ്ങിക്കാറുണ്ട് ഞാൻ. അപ്പോൾ അങ്ങനെ വെച്ച് നോക്കുമ്പോൾ ഇത് ലാഭമായിട്ടാണ് എനിക്ക് തോന്നിയത്. അതുകൊണ്ടാണ് ഞാൻ കഴിഞ്ഞ വർഷം അവിടെ നിന്ന് മേടിച്ച കാരണം കൊണ്ട് ആ ഒരു ഉറപ്പിലാണ് ഈ വർഷം റിപ്പീറ്റ് ചെയ്ത് ഇതേ സാധനം വാങ്ങിച്ചിരിക്കുന്നത് കേട്ടോ. ഇനി ഞാൻ വർഷം ഇങ്ങനെ ടേബിൾ കവറൊക്കെ മാറ്റും. അങ്ങനെ ഒത്തിരി നിറം മങ്ങി അങ്ങനെ വെയിറ്റ് ചെയ്യാൻ നിൽക്കാറില്ല കേട്ടോ. എവറി ഇയർ ഞാൻ ചേഞ്ച് ചെയ്യും. അപ്പം അങ്ങനെ മേടിച്ചതാണ് കേട്ടോ. ഇതൊക്കെ ലാഭമാണ് കേട്ടോ. 200 രൂപ, ചെറുതിനൊക്കെ 150-200 റേഞ്ചിലൊക്കെ കിട്ടുന്നുണ്ട്. ചെറിയ കടകളാണ്, പക്ഷെ ഒത്തിരി നമുക്ക് നല്ല യൂസ്ഫുൾ ആയിട്ടുള്ള ഒരുപാട് സാധനങ്ങൾ എക്സിബിഷൻ സ്റ്റാളിനകത്ത് പല സ്റ്റാളുകളിൽ ഉണ്ടായിരിക്കും കേട്ടോ. നോക്കി സമയം എടുത്ത് പോയി വാങ്ങിക്കണം, അങ്ങനെ ഒരു കാര്യം മാത്രമേ ഉള്ളൂ. അപ്പം അങ്ങനെ ടേബിളിന് ഇടാനായിട്ടുള്ളൊരു ഷീറ്റ് ഞാൻ. പിന്നെ ഈ ഒരു കൊട്ട, ഇത് കണ്ടോ, ഏത് സാധനം എടുത്താലും 30 രൂപ റേറ്റിൽ ഒരു ഷോപ്പ് കണ്ടായിരുന്നു, ഒരു സ്റ്റാൾ കണ്ടായിരുന്നു. അവിടെ നിന്ന് വാങ്ങിച്ചതാണ് ഈ കൊട്ട. ഇതിനകത്ത് ഞാൻ ഇപ്പം മുന്തിരി ഇട്ട് വെച്ചിരിക്കുകയായിരുന്നു. 30 രൂപ ഇതിൻ്റെ റേറ്റ് വരുന്നത് കേട്ടോ. നോക്കിയേ, നല്ലതല്ലേ, നല്ല കളർ, ഒരുപാട് കളർ ഉണ്ടായിരുന്നു. പച്ച, നീല, മഞ്ഞ, ചുവപ്പ്, ഈ ഒരു കളർ പിങ്ക്, ബേബി പിങ്ക് കളർ, സ്കൈ ബ്ലൂ കളർ, സ്കൈ ബ്ലൂ കളർ, യെല്ലോ ഒക്കെ ആയിട്ട് കുറേ കളേഴ്സ് ഉണ്ടായിരുന്നു. അങ്ങനെ വാങ്ങിച്ചതാണ് കേട്ടോ ഇത്. നല്ല രസമല്ലേ കാണാനായിട്ട്. ഞാനിപ്പോൾ തൽക്കാലം മുന്തിരി ഇട്ട് വെച്ചിരിക്കുകയാണ്. നല്ല കൊട്ടയം, 30 രൂപയുള്ളൂ കേട്ടോ. അപ്പം എൻ്റെ ഓർമ്മയിൽ ഞാൻ ഇത്രയൊക്കെ സാധനങ്ങളാണ് വാങ്ങിച്ചതെന്ന് തോന്നുന്നു. എൻ്റെ കണ്ണിൽ ഇപ്പം കണ്ടത് എന്തൊക്കെയാണോ അതൊക്കെയാണ് ഞാൻ നിങ്ങൾക്ക് എടുത്തുകൊണ്ട് വന്ന് കാണിച്ചു തന്നത് കേട്ടോ. ഇനി ഇതിലും കൂടുതലുണ്ടോ ഇല്ലേ എന്നുള്ളത് എനിക്ക് ഓർമ്മയില്ല. എപ്പോഴെങ്കിലും ഇനി എന്തെങ്കിലും സാധനങ്ങളൊക്കെ അന്നേരം വാങ്ങിച്ചത് എൻ്റെ കയ്യിൽ കിട്ടുകയാണെങ്കിൽ ഞാൻ അപ്പം കാണിച്ചു തരാം. ഇപ്പോൾ ഇത്രയും സാധനങ്ങൾ എൻ്റെ ഓർമ്മയിലുള്ളൂ, ഇത്രയൊക്കെ എൻ്റെ കണ്ണിൽ കണ്ടുള്ളൂ കേട്ടോ. പിന്നെ കുട്ടികളെല്ലാവർക്കും കളിക്കാൻ പിക്കുവിന് വാങ്ങിച്ചതൊക്കെ അവനെടുത്ത് യൂസ് ചെയ്യുകയും ഒക്കെ ചെയ്തിട്ടുണ്ടായിരുന്നു. അതൊക്കെ എപ്പോഴേക്ക് എടുക്കണമെന്ന് പോലും എനിക്ക് അറിഞ്ഞൂടാ. അപ്പം അത് കാരണം കൊണ്ട് ഇപ്പം അത്യാവശ്യം സാധനങ്ങൾ ഞാൻ കാണിച്ചു തന്നല്ലോ. അപ്പം എല്ലാവരും പോവാത്തവരുണ്ടെങ്കിൽ എക്സിബിഷൻ എന്തായാലും പോയിക്കോളൂ. ഈ ഒരു മാസം കൂടി ഉണ്ട് എന്നാണ് എൻ്റെ അറിവ്. ഞാൻ അവിടെ ആ കടയിൽ ചോദിച്ചപ്പോൾ അവരങ്ങനെയാണ് പറഞ്ഞത് കേട്ടോ. അപ്പോൾ ചില സാധനങ്ങൾക്ക് വില കൂടുതലുണ്ട്, ചിലതിന് വില കുറവുണ്ട്. എന്നാലും നല്ല രസമാണ്. അതിൽ കൂടെയൊക്കെ ഇങ്ങനെ കറങ്ങി എന്തെങ്കിലുമൊക്കെ വാങ്ങിച്ച് ഇങ്ങനെ നടക്കാനായിട്ട് ഒരു രസമാണ്. അപ്പോൾ അങ്ങനെ പോവാനും കാണാനൊക്കെ താല്പര്യമുള്ളവർക്ക് പോവാം, വാങ്ങിക്കാം. ഞാനിപ്പോൾ എനിക്ക് വാങ്ങിച്ച സാധനങ്ങൾ എൻ്റെ ആവശ്യത്തിനുള്ളതാണ്, നിങ്ങളുടെ ആവശ്യം വേറെ ആയിരിക്കും. അപ്പോൾ അത് പോയി കണ്ടാലല്ലേ നമുക്ക് പറയാനും വാങ്ങിക്കാനൊക്കെ പറ്റുള്ളൂ. അപ്പോൾ അതുകൊണ്ട് ഇപ്പോൾ കാണുമ്പോൾ നല്ല രസമാണ് കേട്ടോ എല്ലാതും കാണാനായിട്ട്. കുടുംബമായിട്ടൊക്കെ ഒന്ന് പോയി ഒന്ന് കറങ്ങി ഇതൊക്കെ കണ്ട് രസിച്ചൊക്കെ വരാം, വാങ്ങിച്ചൊക്കെ വരാം. നിങ്ങളും പോയിക്കോളൂ തീർച്ചയായിട്ടും. അല്ലെങ്കിൽ ഈ വർഷം പോയില്ലെങ്കിൽ അടുത്ത വർഷം എന്തായാലും പോയിക്കോളൂ. ഒത്തിരി സാധനങ്ങളുണ്ട്, ഒത്തിരി കടകളുണ്ട്, ഒത്തിരി മനുഷ്യരെ കാണാം, ഒത്തിരി സാധനങ്ങൾ കുന്നും കൂട്ടിയിട്ടിട്ട് നമുക്കിങ്ങനെ കാണുന്നത് നല്ല രസമല്ല. പറ്റുമെന്നുണ്ടെങ്കിൽ ഈ വർഷം തന്നെ എല്ലാവരും പോവുക, കാണുക, ആസ്വദിക്കുക, സാധനങ്ങൾ വാങ്ങിക്കുക, തിരിച്ചു വരിക. പിന്നെ ഇപ്രാവശ്യം നടന്നില്ല എന്നുണ്ടെങ്കിൽ ആരും വിഷമിക്കേണ്ട, അടുത്ത പ്രാവശ്യം എന്തായാലും എല്ലാവരും പോയിക്കോളൂ. അപ്പോൾ അത്രയുള്ള ഇന്നത്തെ കുഞ്ഞു വ്ളോഗ് നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് കരുതുന്നു. അടുത്ത വ്ളോഗിൽ നമുക്ക് വീണ്ടും കാണാം. അതുവരയ്ക്കും ബായ്. പിന്നെ ഒരു കാര്യം, ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കല്ലേ. അപ്പോൾ ശരി, ബായ്.